ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ ഒരു ഓഡിയൻസ് ഒരിക്കലും ചോദിക്കാൻ പാടില്ല നിങ്ങൾ എന്താ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പോഡ്കാസ്റ്റ് തുടങ്ങാത്ത ഏക വ്യക്തി GP മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും പോഡ്കാസ്റ്റ്. ഞാൻ തുടങ്ങാത്തതിന്റെ കാര്യം എന്താ പറയുക, ഞാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ അതിൽ അഡിക്റ്റഡ് ആയിപ്പോകും. എനിക്ക് ഇഷ്ടമുള്ള പരിപാടി എന്താണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഷോസോ പരിപാടികളിൽ നിന്നോ സ്വയം ഞാൻ എന്നെ തന്നെ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ കുറച്ചെങ്കിലും സിനിമയിൽ കോൺസെൻട്രേറ്റ്. ഞാൻ എപ്പോഴും ഡിസ്ട്രാക്റ്റഡാണ്. ഒരു വൺസ് നമുക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒരു സിനിമാ നടൻ എന്ന് പറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതില്ലാത്തൊരു അവസ്ഥ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ഞാനിപ്പോഴും ഡി4 ഡാൻസിന്റെ മൈലേജ് വെച്ചിട്ടാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഞാൻ ഷോസ് വേണ്ട തീരുമാനിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇനി ഷോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു അവതാരകനായിട്ട് മാറും. ഉറപ്പായിട്ടും ഞാൻ ഇവിടുത്തെ ബെസ്റ്റ് അവതാരകനായിട്ട് നിൽക്കും. ഹെവി ബഡ്ജറ്റ് തമിഴ് പടം ഒരിക്കലും ഒരാളും കാസ്റ്റ് ചെയ്യാത്തൊരു കട്ട സൈക്കോവില്ല. ഞാനിവിടെ ഒരു GP, ഒരു പൈങ്കിളി പെൺപിള്ളേർ, അങ്ങനത്തെ ഒരു ബ്രാൻഡ് സ്പേസിൽ നിൽക്കുന്ന D4 ഡാൻ GPയിൽ നിന്നും ഇവരെൻ്റെ ലുക്ക് കണ്ടിട്ട് ഇങ്ങനൊരു സാധനം ചെയ്തപ്പോൾ ഐ ഫെൽ ദറ്റ് ദിസ് ഇസ് എ ലെവൽ അപ്പ്. അടുത്ത സൂര്യയുടെ വില്ലൻ, അത് കഴിഞ്ഞാൽ മറ്റേ വിജയുടെ വില്ലൻ, അങ്ങനെ ആ ലെവലാണ് നമുക്ക് കിട്ടുന്ന ഇൻപുട്സ് ഇങ്ങനെയാണ്. വി ആർ ജസ്റ്റ് ഗ്രോയിങ് അല്ലേ. അപ്പോൾ ആ സമയത്ത് ഇത്ര ഇൻപുട്സ് കിട്ടുമ്പോൾ നമ്മളതൊക്കെ വിശ്വസിച്ച് പോകും. ഒന്നിലധികം ആൾക്കാർ പറയുമ്പോൾ പടം ഇറങ്ങി 2 ദിവസം കൊണ്ട് പടം വാഷൗട്ട് ചെയ്യും. നിങ്ങളുടെ സിനിമ നന്നായോ, ഞാൻ കാശ് കൊടുത്തിട്ടാണ് കാണുന്നത്, ഞാൻ കൈയടിക്കും. 4 ആൾക്കാരോട് പറയും, എനിക്കിഷ്ടമുള്ളവരോട് പറയും ഓക്കെ അത് കൊള്ളാണ്, ആ പടം തിരക്കിടില്ല. നിങ്ങളുടെ പടം മോശമായോ, നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടു, നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ പുതിയ ഒരാൾക്ക് ചാൻസ് കൊടുത്തു, നിങ്ങൾ അതുവരെയുള്ള സാധനം മാറ്റി വെറൈറ്റി കൊണ്ടുവന്നു, ഇതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്കിഷ്ടമില്ല. എൻ്റെ സമയം എൻ്റെ കാശുമാണ് നിങ്ങൾ കളഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ മമ്മൂക്കി ലാലേട്ടനൊക്കെ ചെയ്തിരിക്കുന്ന പരിപാടി ഇത് അവർ നിർത്താതെ കട തുറന്നുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ ഈ ലോക്കൽ ബിസിനസ്സുകാർ പറയുന്നൊരു പരിപാടി ഉണ്ട്, എന്താണെങ്കിലും കട തുറക്കുക, ആളുണ്ടോ എന്ന് നോക്കണ്ട, കട തുറന്നിരിക്കണം. കൺസിസ്റ്റൻസി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീ ഇൻ എനിത്തിങ് ദാറ്റ് യു ഡു. വൈ തെലുഗു എന്നുള്ളതിനുള്ള കാരണം തെലുങ്കിന് പ്രത്യേകത ഉണ്ടായിട്ടോ ഞാനും തെലുഗും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിട്ടോ അല്ല. നിങ്ങൾക്ക് സക്സസ് എവിടെയാണോ സംഭവിക്കുന്നത് അതാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുക. ഭാഷ പോലും അറിയാതെ ഇതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? നമുക്ക് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് കുറേ നിന്നിട്ട് മലയാള സിനിമ കിട്ടാതെ നമ്മൾ തന്നാലെ തെലുങ്ക് പഠിച്ചു. സർവൈവലാണോ? കാരണം പണ്ട് ആൾക്കാർ പറയില്ലേ, ഇവിടെ ജോലി കിട്ടാതെ പ്രവാസിയായിട്ട് അവിടെ പോയി കഷ്ടപ്പെടാൻ ഞങ്ങൾ തയ്യാറാണ്, എന്നിട്ട് തിരിച്ചു വന്നൊരു കൊട്ടാരം പണിയാണ്. ഏകദേശം ആ ലൈൻ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് ആൾക്കാർ ഗൾഫിലും ബോംബെയിലൊക്കെ പോയിരുന്നുകൊണ്ട് ഞാൻ തെലുങ്കിൽ പോയിട്ട് ഇതേ പരിപാടി ചെയ്യുന്നു. എല്ലാവർക്കും അഭിപ്രായം പറയണ്ടാവും. ഇത് കാണുന്ന ഓഡിയൻസിനുണ്ടാവും ഇതിങ്ങനെയാണ് വേണ്ടത്, ഇത് അഭിനയിക്കുന്ന ഞങ്ങൾക്കുണ്ടാവും ഒരു അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ഇതൊന്നും ഒരു യഥാർത്ഥമായ ഉത്തരവൊന്നുമില്ല. കാരണം ഇതിലൊരു സയൻസോ ഇതിൽ യഥാർത്ഥമായ പരിപാടികളൊന്നുമില്ല. എല്ലാവരും ട്രയൽ ആൻഡ് എററാണ്. ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയാണ്. നമസ്കാരം, ചാറ്റ് വിത്ത് ഭക്തന്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. യെസ്, അപ്പോൾ ഇന്ന് നമ്മുടെ അതിഥിയായി ഒരാളെത്തിയിട്ടുണ്ട്. ഗോവിന്ദ് പത്മസൂര്യ GP, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ GP. ആദ്യമായിട്ടാണ് ഒരു സിനിമ നടൻ എൻ്റെ പോഡ്കാസ്റ്റ് വരുന്നത്. അതായത് നമ്മൾ എന്താ പറയുക, ഓഫ് കോഴ്സ് ഓരോരുത്തർക്കും ഓരോ ടാർഗറ്റ്സ് ഉണ്ടല്ലോ. എൻ്റെ ഒരു ടാർഗറ്റ് സിനിമാക്കാരായിരുന്നില്ല. പക്ഷേ എന്താ പറയുക, സാധാരണ സിനിമാക്കാരെപ്പോഴും ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ്, സിനിമ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് പോഡ്കാസ്റ്റുകൾ പോകുന്നത്. എന്തായാലും അതിന്റെ ഒന്നും ഭാഗമല്ലാതെ ഞാൻ വിളിച്ചപ്പോൾ വന്നതിന് താങ്ക് യു സോ മച്ച് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ വൃന്ദാവനിൽ വെച്ച് മസാല ദോശ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ GPയും വൈഫും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്, ഫ്രീ ഉള്ള സമയത്ത് ഒന്ന് വരാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും അതിനെന്താ വരാലോ എന്ന് പറഞ്ഞു. ഒരു മസാല ദോശയോടൊക്കെ ഇപ്പൊ മതിപ്പ് കൂടുതൽ തോന്നിപ്പോഴാണ്. ഇടയ്ക്കിടയ്ക്ക് ദോശ കഴിക്കാൻ പോകാം. ദോശ ഫാനാണോ? ദോശ ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന, നമുക്ക് പലപ്പോഴും എന്ത് ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ എന്ത് കഴിക്കണം എന്ത് ഉണ്ടാക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. പക്ഷേ ഈ ദോശ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് രാവിലെ ഉച്ചയ്ക്കാണെങ്കിലും കുഴപ്പമില്ല, ഈവനിങ് ആണെങ്കിലും കുഴപ്പമില്ല, ഒരു സ്നാക്കിംഗ് പോലെ, രാത്രി ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഒരു ഷുവർ ഷോട്ട് ഭക്ഷണമായിട്ട്, എസ്പെഷ്യലി ഒരു ഗീ റോസ്റ്റ്. മസാല ദോശ പിന്നെ ആൾക്കാർ ചിന്തിക്കും ഇപ്പം വേണോ എന്നുള്ളത്. പക്ഷെ ഒരു ഗീ റോസ്റ്റ് എന്ന് പറയുന്ന സാധനം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതൊരു ഷുവർ ഷോട്ട് ഭക്ഷണമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും ഒരു ലൈറ്റ്, ഒരു ഭയങ്കര ഹെവി അല്ല. ഇഫ് യു ആർ കൺഫ്യൂസ്ഡ് ഓർഡർ എ ദോശ. മസാല ദോശ ആകുമ്പോഴത്തേക്കിന് ഇച്ചിരി ഹെവി ആയി പോകും. യെസ്, നമുക്ക് ആക്ച്വലി GP എന്നുള്ളൊരു വ്യക്തിയെ ഞാൻ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് D4 ഡാൻസിൽ വന്ന സമയത്താണ്. അതിന് മുമ്പുള്ള GPനെ പറ്റി ഒന്ന് പറയുമോ? എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾ എവിടെ ശരിക്കും സ്വദേശം എവിടെയാണ്? വീട് പട്ടാമ്പിയാണ്. ഞാൻ ജനിച്ചു വളർന്ന പട്ടാമ്പിയിലാണ്. ഞാൻ 10th വരെ പട്ടാമ്പി MES സ്കൂളിലാണ് പഠിച്ചത്. 11th and 12th ഞാൻ കോയമ്പത്തൂരുള്ള ഒരു ഇന്റർനാഷണൽ സ്കൂളിലാണ്, ചിന്മയ ഇന്റർനാഷണൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്കൂളിലാണ് പഠിച്ചത്. അച്ഛനമ്മയൊക്കെ എന്ത് ചെയ്യായിരുന്നു? അച്ഛൻ കാത്തലിക് സിറിയൻ ബാങ്കിലെ മാനേജറായിരുന്നു, അമ്മ BSNL അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു. രണ്ടുപേരും റിട്ടയർ ചെയ്തു.
അപ്പൊ ഈ 11th ഉം 12th ഉം പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ജിപിക്ക് എന്താവണമെന്നായിരുന്നു ആഗ്രഹം? ഞാൻ ഡോക്ടർ ആവാനും എന്നുള്ള രീതിയിലായിരുന്നു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ഞാൻ ആക്ച്വലി എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു, ഈ ആക്ടിങ്ങിലോട്ട് വന്നിരുന്നെങ്കിൽ GP എന്ന ആള് എന്തായിരുന്നായിരിക്കും വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പലതും ആയിരുന്നു. കാരണം എന്താ വെച്ചാലേ എന്നെ ആക്ടിങ്ങിലേക്ക് കൊണ്ടുവന്നാ, ഇല്ല ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോയത്. അങ്ങനെയല്ല, എനിക്ക് എന്താവണം എന്നുള്ള ഒരു 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 അറിവില്ലായ്മ, അല്ലെങ്കിൽ അതിൻ്റെ കൺഫ്യൂഷനായിരുന്നു എപ്പോഴും. പലപ്പോഴും ഞാൻ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ എന്താവാൻ ആഗ്രഹിക്കുന്നു അതിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടൊരു പേരൻസാണ്. അപ്പോൾ പലപ്പോഴും എൻ്റെ പല സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വീട്ടിൽ നിന്നും ഈ ഒരു കോഴ്സ് എടുക്കാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് പെർസ്യൂ ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള അവസ്ഥകൾ പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്കുള്ളൊരവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അച്ഛനെയും അമ്മയും കൺഫ്യൂസ്ഡ് ആക്കിക്കൊണ്ടേയിരിക്കും. ഞാൻ കുട്ടിക്കാലത്ത് ക്രിക്കറ്റ് പ്ലെയർ ആവണമെന്ന് പറഞ്ഞിട്ട് പന്തക്കപ്പറമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ ഫോക്ക് ടൗണാണ് പട്ടാമ്പിയിലുള്ള. ആ സ്ഥലത്തുള്ള എനിക്ക് അച്ഛൻ ക്രിക്കറ്റ് കിറ്റുകളും ഒക്കെ ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ അന്ന് നമ്മുടെ ആ പറമ്പിൽ ഈ ക്രിക്കറ്റ് കിറ്റിലെ പല സാധനങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്ന പോലെ അറിഞ്ഞൂടാ. കാരണം പാഡൊക്കെ ഇടുമ്പോൾ നമ്മളെക്കാളും വലുപ്പമുണ്ട്. അപ്പോൾ ഇനി ഇൻ കേസ് പട്ടാമ്പിയിൽ എക്സ്പോഷർ വെച്ച് ഇയാൾ ക്രിക്കറ്റ് കളിക്കാരായാലോ എന്ന് വെച്ച് അന്ന് അച്ഛൻ, അപ്പോൾ അന്ന് അതുകൊണ്ടുണ്ടായിരുന്ന ഏക അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, ആരുടെയിലാണോ ഈ ബാറ്റും മറ്റ് സാമഗ്രികളുള്ളത് അവരായിരിക്കും ക്യാപ്റ്റൻ. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം വെച്ച് ഞാൻ കുറേ കാലം അവിടെ നാട്ടിൽ ക്യാപ്റ്റനായി നടന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു വീട്ടിലൊരു ഡോക്ടർ വേണം എന്നുള്ളത്. അപ്പോൾ MBBS ഡോക്ടർ. അപ്പോൾ നമ്മൾ എന്തിനും തയ്യാറായിട്ടിരിക്കുക. അപ്പോൾ ഡോക്ടർ ആണോ ഡോക്ടർ ആവാം, ക്രിക്കറ്റ് പ്ലെയർ ആണോ ക്രിക്കറ്റ് പ്ലെയർ ആവാം. ഈ ഒരു ലൈനാണ് നമുക്ക്. ഇന്ന സാധനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുട്ടിക്കാലം മുതലേ ഇന്നൊരു ലക്ഷ്യം എന്നൊന്നുമില്ല. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷേ ഞാൻ ചെന്ന് പെട്ടത് ചിന്മയ ഇൻ്റർനാഷണൽ റെസിഡൻഷ്യൽ സ്കൂളിലായതുകൊണ്ട് ദാറ്റ് വാസ് എ വെരി റോങ് പ്ലേസ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാം ദെൻ. കാരണം ആ സ്കൂള് കോയമ്പത്തൂരായിരുന്നെങ്കിലും 19 സംസ്ഥാനങ്ങളിൽ നിന്നും 17 രാജ്യങ്ങളിൽ നിന്നും കുട്ടികൾ പഠിക്കുന്ന ഒരു ഹൈലി എക്സ്പോഷർ ഉള്ള ഒരു കോസ്മോപൊളിറ്റൻ സ്പേസ് ആയിരുന്നു. അപ്പം പട്ടാമ്പിയിൽ നിന്നും വന്ന ഒരു കൂപപണ്ഡുകമായ ഞാൻ ഈ ഒരു കോസ്മോപൊളിറ്റൻ ആംബിയൻസിലേക്ക് ചെല്ലുമ്പോൾ, ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചിരുന്നെങ്കിൽ പോലും ഇംഗ്ലീഷ് അതുവരെ ഈ ₹1 ഫൈൻ 2 രൂപ ഫൈൻ എന്ന് പറയുന്ന കുട്ടിക്കാലത്തെ പരിപാടികൾ ഉണ്ടായിരിക്കുമ്പോൾ മാത്രം ഇംഗ്ലീഷ് സംസാരിച്ചിരുന്ന ഞാൻ, ഭാഷ സംസാരിക്കണമെങ്കിൽ വേറെ ആർക്കും ഒന്നെങ്കിൽ ഹിന്ദി സംസാരിക്കണം, കാരണം ഒരുപാട് പേര് നോർത്ത് ഇന്ത്യയിൽ നിന്നായിരുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ചാലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഫോഴ്സ്ഡായി മാറുന്നു. അതും ഹിന്ദിയെക്കാട്ടി ഇംഗ്ലീഷാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഗ്രാമർ ഇഷ്യൂ ഇല്ല. പക്ഷേ എൻ്റെ ഇംഗ്ലീഷിൽ പണി പാളിയത് എവിടെ വെച്ചാൽ, ഒരു ഹൈ ഡോസ് ഓഫ് മലയാളം ആക്സെന്റ് എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ പട്ടാമ്പിയിലല്ലേ പഠിക്കുന്നത്. അപ്പോൾ സാധാരണ മലയാളികൾ സംസാരിക്കുന്ന, സ്വാഭാവികമായിട്ടും മലയാളികൾക്ക് ഉണ്ടാകുന്ന കോളേജ് എന്ന് പറയുന്ന, ലോട്ടസ് എന്ന് പറയുന്ന, നമ്മൾ മലയാളികൾക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, പലപ്പോഴും അത് കളിയാക്കപ്പെടുകയും, അല്ലെങ്കിൽ കളിയാക്കിയാലും കുഴപ്പമില്ല, മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെടുകയും. ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അന്ന് ആ സമയത്ത് ഒരു പയ്യൻ്റെ അടുത്ത് ഒരു ബാഗിനകത്ത് ഒരു കോഡുണ്ട്, അതൊന്നും എടുത്തതാണെന്നും പറഞ്ഞിട്ട് അവനിത് കിട്ടുന്നില്ല. അവൻ എത്ര തിരഞ്ഞിട്ടും അവസാനം ഞാൻ പോയിട്ട് ഈ നമ്മുടെ നാട്ടിൽ പറയുന്ന കോഡ് വയർ എടുത്ത് കാണിച്ചപ്പോൾ അവൻ എൻ്റെ അടുത്ത് നിസ്സഹായനായിട്ട് എൻ്റെ മുഖത്ത് "ഓ കോഡ്" എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോഡിന് കോഡ് എന്നാണ് പറയുക എന്ന് പറയുന്ന ചെറിയ കളിയാക്കൽ ഈസ് ഡിഫറെന്റ്. പക്ഷെ ഇത് ജെന്യുവനായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവുന്നില്ല. അമേരിക്കയിൽ പോയിട്ട് പെപ്സിക്ക് വരെ കോക്കെന്നും പറയുന്ന പോലെ അതിലേക്ക് അങ്ങനത്തെ ന്യൂആൻസൻസ് ഉണ്ടല്ലോ നമ്മൾ പറയുന്ന. ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഭാഷാപരമായി ലിംഗ്വിസ്റ്റിക് ഒരു രീതിയിൽ നമ്മൾ വീണ് പഠിച്ച ഒരു സ്ഥലം, അതിനേക്കാൾ കൂടുതൽ എക്സ്പോഷർ എനിക്ക് തോന്നുന്നത് ഡിഫോ ഡാൻസിൻ്റെയൊക്കെ ചവിട്ടുപടി, അല്ലെങ്കിൽ ഒരു ബേസിക് കോൺഫിഡൻസ് ബിൽഡിംഗ് സ്പേസ് എന്ന് പറയുന്നത്. ഞാൻ വാചാലനായിരുന്നു കുട്ടിക്കാലം മുതലേ. പക്ഷേ എൻട്രി ഇൻ ടു ഇപ്പോൾ പട്ടാമ്പി പന്തക്കപ്പറമ്പിൽ വളരെ ലോക്കൽ സാധാരണ നാട്ടുമ്പുറത്തുകാരനായ GPക്ക് വളരെ ഒരു മെട്രോസെക്ഷൽ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഒരു പ്രോപ്പർ ബോംബെ സിറ്റിയിൽ ജനിച്ചു വളർന്ന സോ കോൾഡ്, അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ സ്കൂളിൽ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ഏക ഫാമിലി ഞാനായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയായിരുന്നു. ബാക്കിയെല്ലാം ബിസിനസ്സുകാർ. ഇപ്പോൾ പരേഷ് റാവലിൻ്റെ മകൻ, ഹൽദിറാംസിൻ്റെ കമ്പനിയുടെ ഓണറിൻ്റെ മകൻ. സോ ഭയങ്കര സ്നോബിഷ്, ആ ഒരു ലക്ഷറി ലൈഫുകൾ മാത്രം ജീവിച്ച് വളർന്ന, അങ്ങനത്തെ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്ന, അങ്ങനത്തെ എക്സ്പോഷറുള്ള ഒരു സ്പേസിലേക്ക് ഞാൻ എന്താ പറയുക, ഒരു ചവട വെച്ച് നമ്മളെ അങ്ങോട്ട് ഇട്ട പോലത്തെ ഒരു ജമ്പായിരുന്നു എൻ്റെ ലൈഫിൽ. കാരണം പട്ടാമ്പിയിൽ നിന്നും ഇത് ഒരു ഗ്രാജുവൽ ജമ്പാണെങ്കിൽ പോലും ഇതൊരു ഇൻറ്റിമിഡേറ്റിംഗ് ജമ്പായിരുന്നു. ഭൂം എന്നും പറഞ്ഞിട്ടൊരു വേറൊരു ലോകത്ത് ചെന്നെത്തി. പിന്നെ നമുക്ക് ഈ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ സ്ട്രെങ്ത് എന്നുള്ളതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട്, ഇപ്പോഴും എൻ്റെ അവിടുത്തെ പിള്ളേർ പറയും,
അവർക്ക് ഏറ്റവും അത്ഭുതം ഞാൻ സിനിമയിലായി എന്നുള്ളത് എനിക്ക് ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അവിടെ ഉള്ള ആൾക്കാർക്ക് ഈ 10ാം ക്ലാസ് വരെയുള്ള എൻ്റെ ക്ലാസ്മേറ്റ്സിന് അത്ഭുതമില്ല, കോളേജ് പഠിച്ച ക്ലാസ്മേറ്റ്സിന് അത്ഭുതം. പക്ഷേ ഈ ഇൻ്റർനാഷണൽ സ്കൂളിലെ പിള്ളേർക്ക്, കാരണം അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും സൈലൻ്റായി കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഒട്ടും സംസാരിക്കില്ല, എല്ലാം ഇരുന്ന് കേൾക്കും. അവർക്കറിയില്ലല്ലോ ഇതെൻ്റെ പേടി കാരണമാണ്. അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു ഹൈബർനേഷൻ മോഡിലായിരുന്നു. കാരണം ഞാൻ കാര്യങ്ങൾ ഇംബൈബ് ചെയ്യായിരുന്നു, ഈ ഒരു എക്സ്പോഷർ മനസ്സിലാക്കുകയായിരുന്നു, കോൺഫിഡൻസ് മെല്ലെ മെല്ലെ 2 years കൊണ്ട് ബിൽഡ് ചെയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഇപ്പോൾ എല്ലാ തലത്തിലുള്ള ആളുകളുമായിട്ടും ഇൻട്രാക്ട് ചെയ്യാൻ, ഒരു 7 star ഹോട്ടലിൽ പോയാലും എങ്ങനെ പെരുമാറണം എന്നും തട്ടുകടയിൽ പോയാൽ എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു ലൈഫ് ലെസൺ കിട്ടുക എന്നുള്ളതാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയി തോന്നുന്നത്. അത് കിട്ടുന്നത് ഈ ഒരു സ്പേസിൽ ഇരുന്നുകൊണ്ടാണ്. ദാറ്റ് കൈൻഡ് ഓഫ് ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ എവറിത്തിങ് എൽസ്. അതോടുകൂടിയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമും മെഡിക്കൽ എൻട്രൻസ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു PC തോമസ് ഒരു ക്ലിഷേ രീതിയിലല്ല അവിടെ പഠിക്കുന്നത്. കാരണം അവിടെ ഇന്റർനാഷണൽ ബെക്കലറേറ്റ് പോലെയുള്ള സിലബസുകളാണ്. ഞാൻ CBSE പഠിച്ചെങ്കിൽ പോലും അവിടെ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. സോ അവർക്ക് 70% പ്രാക്ടിക്കൽ, 30% തിയറി. നമുക്കൊക്കെ നേരെ തിരിച്ചല്ലേ, 70 ഈ റെക്കോർഡ് ബുക്കിൽ നിന്ന് കിട്ടുന്ന 30 മാർക്ക് നമുക്ക് ഉറപ്പുള്ള 30 മാർക്കാണ്. അവിടെ അങ്ങനെയല്ല, ഈ 70 മാർക്കാണ് അവർക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട്. കാരണം പക്ക പ്രാക്ടിക്കൽ ലേണിംഗ് ആണ്. അവർ ലാബിൽ നിന്ന് 70 മാർക്ക് ഉണ്ടാക്കണം, ബാക്കി 30 മാർക്കേ അവർക്ക് തിയറിയിൽ നിന്ന് കിട്ടുള്ളൂ. ഈ ലാബ് നമ്മൾ ഉദ്ദേശിച്ച പോലെ വല്ല ഫ്രീ വോക്ക് വൈവ വെറുതെ മാർക്ക് ഇട്ട് തരുന്ന ലാബും ആയിരുന്നില്ല. സോ ആ എക്സ്പോഷറിൽ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ കോമ്പറ്റേറ്റീവ് എക്സാം കുറേ എണ്ണം എഴുതി. സോ ഫൈനലി എനിക്ക് അമൃതയിൽ മെറിറ്റിൽ BDS കിട്ടി. BDS കിട്ടിക്കഴിഞ്ഞപ്പോൾ വീട്ടിൽ അച്ഛൻ്റെ ആഗ്രഹം ഞാനൊരു MBBS ഡോക്ടർ ആവണം എന്നുള്ളതായിരുന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ച് PC തോമസിൻ്റെ അവിടെ തൃശ്ശൂരിൽ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഫീസ് എല്ലാം കൊടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മേമയാണ് അച്ഛൻ്റെ പെങ്ങളാണ്. മേമയാണ് എൻ്റെ ലൈഫിലെല്ലാം മൈൽ സ്റ്റോൺ വഴിത്തിരിവുകളുടെ സമയത്തൊരു കോൾ വരും. അപ്പോൾ മേമ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിൻ്റെ ഒരു രീതി വെച്ച് നിനക്ക് ഈ വിഷ്വൽ മീഡിയ, കമ്മ്യൂണിക്കേഷൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നന്നാവുക തോന്നുന്നു. മംഗലാപുരത്ത് സെയിൻറ്റ് അലൂഷ്യസ് കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ജേർണലിസം എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, പോയി നോക്കൂ എന്ന് പറഞ്ഞു. വിരോധാഭാസം അവിടെ പോയി ജേർണലിസ്റ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം കിട്ടി. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, എക്കണോമിക്സ്, സോഷ്യോളജി, അതുവരെ വേറെ തന്നെ ലെവലിൽ. പിന്നെ ഞാൻ കുറേ കാലം എക്കണോമിസ്റ്റ് ആവണമെന്ന് പറഞ്ഞ് നടന്നു. എനിക്ക് അമർത്യ സെന്നിൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്നു, ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ വായിക്കുന്നു. അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ പാല് തരുന്ന ആളും BA എക്കണോമിക്സ് ആണ്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന മൻമോഹൻ സിംഗും BA എക്കണോമിക്സ് ആണ്. ഏത് റേഞ്ചിൽ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളെ പ്ലേസ് ചെയ്യണം നിങ്ങളാണ് തീരുമാനിക്കുന്നത് തുടങ്ങിയ സ്പീച്ചസുകൾ കേൾക്കുന്നു. ഇൻസ്പയർഡ് ആവുന്നു. ശശി തരൂരിനെയൊക്കെ പോലെ UN-ലൊക്കെ ഒരു ജോലി ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു. അങ്ങനെ കുറച്ച് കാലം യാത്ര ചെയ്തു. സോ ബേസിക്കലി വീണറും വിഷ്ണുലോകം എന്നുള്ളൊരു സ്റ്റൈലാണ് നമ്മുടെ രീതി. എവിടെയാണോ പോയി വീഴുന്നത്. അങ്ങനെ കോളേജിലിരിക്കുന്ന സമയത്ത് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നു. ആ ഷോർട്ട് ഫിലിമാണ് സത്യം പറഞ്ഞാൽ സിനിമയിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ ഞാൻ കുട്ടിക്കാലം മുതലേ ഇന്നൊരു ഫീൽഡിൽ വേണം, അല്ലെങ്കിൽ ഒരു നടനാവണം, ഒരു അവതാരകനാവണം, ഒരു സോഷ്യൽ മീഡിയ പേഴ്സണാലിറ്റി ആവണം, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഉള്ള ഏരിയയിൽ ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ GP കാണത്തില്ലായിരുന്നു. പറയാൻ പറ്റില്ല. ഞാൻ പറയും ഡോക്ടറായിരുന്നെങ്കിൽ നല്ല ഡോക്ടറാവോന്ന് അറിയില്ല, പക്ഷെ ആ ഹോസ്പിറ്റലിൽ ഏറ്റവും പോപ്പുലർ ഡോക്ടറായിരുന്നു. അതെനിക്ക് 100% ഉറപ്പാണ്. ചെയ്യുന്ന എല്ലാത്തിലും ഒരു റെഗുലറായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഏതാണെങ്കിലും അത് എക്കണോമിക്സ് പഠിക്കുമ്പോഴാണെങ്കിലും, ഞാൻ ട്രിപ്പിൾ ഡിഗ്രി ആണല്ലോ ചെയ്തിരുന്നത്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുമ്പോഴാണെങ്കിലും, ഞാൻ മെഡിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും, ജീവിതം ആഘോഷമാക്കുക എന്നുള്ളതാണ് ഒരു ബേസിക് പരിപാടി ഉണ്ടായിരുന്നത്. എവിടെ പോയാലും ദാറ്റ് വാസ് മൈ എനർജി, ലൈക്ക് സെലിബ്രേറ്റ് ഇറ്റ്. അത് എന്ത് ചെയ്യുമ്പോഴും അങ്ങനെ. അത് വലിയൊരു ഫാക്ടറാണ്. അപ്പം അങ്ങനെ സ്കൂള് സാധാരണ ഇതുപോലെയുള്ള സ്കൂളുകളുണ്ടല്ലോ, ഈ ബോർഡിംഗ് സ്കൂൾസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂളുകൾ, ഫുൾ അക്കാഡമിക്സിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പിള്ളേരെ പഠിപ്പിച്ച് പുസ്തകപ്പുഴുക്കളാക്കി മാറ്റി കൊണ്ടുപോകുന്ന സ്കൂളുകളൊക്കെയാണെന്നാണ് പല ആളുകളുടെയും വിചാരം. ശരിക്കും അങ്ങനെയുള്ള സ്കൂളുകളും ഉണ്ടാവാം, സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. അതും വേണമല്ലോ, എല്ലാം വേണമല്ലോ. ശരിക്കും ആ ഒരു സ്കൂളിൽ പോയതാണ് നിങ്ങളുടെ കരിയർ മാറ്റിമറിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് ഉള്ള ഉത്തമ ബോധ്യമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ പെർസ്പെക്റ്റീവ് ഉണ്ട് കേട്ടോ. കാരണം ആ സ്കൂളിൽ നിൽക്കുമ്പോൾ അക്കാഡമിക് ഫോക്കസ്ഡ് ആയിരുന്നില്ല. അക്കാഡമിക്സ് ഉണ്ടായിരുന്നു, പക്ഷെ കംപ്ലീറ്റ്ലി ആയിരുന്നില്ല. പക്ഷെ സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷേ ഈ സ്ട്രിക്റ്റ് എന്നുള്ളത് എഗെയിൻ ഒരു പെർസ്പെക്റ്റീവ് ഡിഫറൻസാണ്. അപ്പം നമ്മളവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന കുറേ സുഹൃത്തുക്കൾ, ഇതെന്തൊരു സ്ഥലമാണ്, ഇതെന്തൊരു ജയിലാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ എഗെയിൻ എനിക്ക് അവർ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് വി മിസ് ദ ഹെവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മളവിടെ ഉള്ള സമയത്ത് അതിനെ ഹെവനായിട്ട് തിരിച്ചറിയാതെ 10 കൊല്ലം കഴിഞ്ഞിട്ട് നൊസ്റ്റാൾജിയും ആ കാലഘട്ടം എന്ന് പറയുന്ന മണ്ടത്തരാണ്. എനിക്കെങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറലി എൻ്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ഐ ട്രൈ ടു സീ ദ അതർ സൈഡ് ഓഫ് ഇറ്റ്. ഇപ്പോൾ
ആളുകൾക്ക് അതൊരു സ്ട്രിക്ട് സ്കൂളായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ റൂൾസ് വഴി എങ്ങനെ ആഘോഷിക്കാം എന്ന് ചിന്തിക്കുന്നതാണ്. ഇതായിരുന്നു എൻ്റെ ബേസ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ബിക്കെയിം എ പീപ്പിൾസ് പേഴ്സൺ. അല്ലെങ്കിൽ പല സ്വഭാവത്തിലുള്ള ആളുകളെ പരിചയപ്പെടാൻ ഒരു അവസരം കിട്ടുന്നു, പല കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കൂളിൽ ഈ 19 സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ എക്സ്പോഷർ ആ സ്കൂളിൻ്റെ ഒരു സ്വഭാവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നാട്ടിലെയും ആഘോഷങ്ങൾ ആഘോഷിക്കുക. ലൈക്ക് ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ ഇപ്പം നമ്മുടെ ഓണം പോലെ ആഘോഷിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടുള്ളൊരു കുഴപ്പം എന്താ അറിയോ, എല്ലാ 2 ദിവസം കഴിഞ്ഞാലും ഒരു ആഘോഷമായിരിക്കും. ഇന്ത്യയിൽ ഇത്രയും ആഘോഷം ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഒരു വിഷു ഉണ്ട്, ഒരു ഓണം ഉണ്ട്, ക്രിസ്മസ് ഉണ്ട്, റംസാൻ ഉണ്ട്. ഇതാണെന്നോ കുറേ കാലമായിട്ട് ഈ അടുത്ത കാലത്ത് കുറെ ബംഗാളികളും മറ്റവരും അവരും വേറെ ആൾക്കാർ വന്നോടുകൂടിയും ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം വന്നതിന് ശേഷം നമ്മൾ ദിവാലിയൊക്കെ എന്താ തന്നെ വൃത്തിയായിട്ട് അറിയുന്നത്. ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആണ് ദിവാലി ഇവിടെ കൂടുതൽ ആഘോഷിക്കുന്നത്, അല്ലാതെ നാട്ടുകാരൊന്നുമില്ല. നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ദിവാലിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ പടക്കം പൊട്ടുന്ന അത് ആ ശബ്ദം നിൽക്കില്ല എന്നുള്ളത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. സോ കേരളത്തിൽ ജനറലി ആഘോഷങ്ങൾ കമ്പാരിറ്റീവ്ലി നമ്പർ ഓഫ് ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫെസ്റ്റിവൽ കുറവായിരുന്നു. പക്ഷെ ഇവിടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ കുറേ ഹോളി, മറ്റേ ദാണ്ടിയ, ഗർഭ, മറ്റേ ശ്രീകൃഷ്ണ ജയന്തി, നാഗപഞ്ചമി, എന്തൊക്കെയൊക്കെയോ എല്ലാ ദിവസവും 2 ദിവസം കൂടുമ്പോഴും. ഇപ്പം തെലുങ്ക് ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴേ അവരെൻ്റെ അടുത്ത് പറയാറുണ്ട് എല്ലാ മാസവും ഞങ്ങൾക്കൊരു ഫെസ്റ്റിവൽ ഉണ്ട്. ലൈക്ക് എവറി മന്ത് ദർ ഈസ് എ ഫെസ്റ്റിവൽ. ആൻഡ് ഈ ആഘോഷം ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളത് അവർ ഒരു ഹാബിറ്റ് ആക്കി മാറ്റുന്ന ഒരു പരിപാടി. കമ്മിങ് ടുഗെദർ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ ഒരു എക്സ്പോഷർ എനിക്ക് വളരെ എൻ്റെ ലൈഫിൽ തന്നെ അത് വളരെ ഗുണം ചെയ്തൊരു കാര്യമാണ്. തീർച്ചയായിട്ടും എൻ്റെ സ്കൂളിങ്ങുകൾ അത് പട്ടാമ്പി എം എസ് ആണെങ്കിലും ഈ ഇൻ്റർനാഷണൽ സ്കൂളാണെങ്കിലും കോളേജ് ആണെങ്കിലും ആ സ്പേസാണ് എന്നെ ഇന്ന് ഞാനാക്കിയ എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്താനും അതിലൊരു എഫിഷ്യൻസി കൂട്ടാനും എന്നെ സഹായിച്ചത് എൻ്റെ സ്കൂളിംഗ് ആണ്. അതിൽ അക്കാഡമിക് സ്പേസ് അല്ല, ബാക്കി എല്ലാ സ്പേസുമാണ്. ഡെഫിനറ്റ്ലി. അത് കഴിഞ്ഞാൽ എന്താ പോയി പഠിച്ചതെന്ന് പറഞ്ഞത്? ഞാൻ അവിടെ നിന്നില്ല, ഞാൻ ട്രിപ്പിൾ ഡിഗ്രി ചെയ്തു. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ട്രിപ്പിൾ ഡിഗ്രി ആയിരുന്നു, ബാച്ചിലേഴ്സ് കോഴ്സ് ആയിരുന്നു. BA ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, BA ഇൻ ഇക്കണോമിക്സ്, BA ഇൻ സോഷ്യോളജി. 3 ഡിഗ്രി കൂടി ഒരുമിച്ച് എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി മംഗലാപുരത്ത്, കേരളം വിട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് 3 ഡിഗ്രികൾ മെയിൻ ആയിട്ട് തന്നെ. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഒരെണ്ണം സബ് ആയിരിക്കും, ഇത് 3ഉം നമ്മുടെ മെയിൻ ഡിഗ്രി ആയിട്ട് തന്നെ എടുക്കാം. അപ്പൊ അത് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഫൈനൽ ഇയറിലാണ് ഞാൻ എൻ്റെ സിനിമയിലേക്കുള്ള രംഗപ്രവേശനം ചെയ്യുന്നത്. അതെങ്ങനെയാണ് ആ ഒരു ഓപ്പണിംഗ് ഒക്കെ വന്നത്? സോ ഞാനൊരു ഷോർട്ട് ഫിലിം കോളേജിൽ ചെയ്തിരുന്നു. ഈ ഷോർട്ട് ഫിലിം അതേ സമയത്ത് തന്നെ ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഒരു മ്യൂസിക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു അവസരം വന്നു. അഭിനയിക്കും. അപ്പോഴൊക്കെ ഓൺ സ്ക്രീനാണ്, ഷോർട്ട് ഫിലിമിലും അഭിനയമായിരുന്നു. അത് വിനീത് ശ്രീനിവാസിന്റെ ഫസ്റ്റ് മ്യൂസിക് വീഡിയോ ആയിരുന്നു, ഒരു മ്യൂസിക് ആൽബം ആയിരുന്നു. അത് ലോഹി സാറിൻ്റെ അസോസിയേറ്റ്സ് ആയിട്ടുള്ള മനോജ് വിനോദ് എന്ന് പറഞ്ഞ 2 പേര്, സിനിമയിലുള്ള 2 പേരാണ് ഈ സംഭവം ചെയ്തത്. അപ്പോൾ അന്ന് ഈ സുന്ദരിയെ വായൊക്കെ ഹിറ്റായി നിൽക്കുന്ന ആ സമയത്ത് വിഷ്വലി ഹിറ്റായ ഒരു മ്യൂസിക് വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഓട്ടോ ഡ്രൈവറായിട്ടാണ് ഞാൻ അതിൽ അഭിനയിക്കുന്നത്. സരയു ഒരു പോലീസ് വുമൺ ആണ്. അപ്പോൾ ഓട്ടോ അത് പറഞ്ഞപ്പോൾ ഇപ്പം അങ്ങനെ ഒരു സാധനം ഒന്നും ഇറങ്ങുന്നില്ലല്ലേ? മ്യൂസിക് ഇറങ്ങുന്നുണ്ട്, പക്ഷെ അന്നത്തെ പോലെ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇപ്പൊ ഓർമ്മയ്ക്കായി ഇനി ഒരു സ്നേഹഗീതോ അല്ലെങ്കിൽ സുന്ദരിയെ വായൊക്കെ എപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ് ഇപ്പോഴും. യൂട്യൂബൊക്കെ ഉള്ളപ്പോൾ പണ്ടത്തേക്കാൾ കൂടുതൽ പ്ലാറ്റ്ഫോം ഉണ്ട്, പക്ഷെ അതുപോലത്തെ സാധനങ്ങൾ ട്രെൻഡ് മാറി. ഐ മീൻ വെരി ഷോർട്ട് ലിവ്ഡ് ആയിട്ട് സാധനങ്ങൾ വരുന്നു പോകുന്നു. അതല്ലേ ഇപ്പൊ പറയുന്നത് ട്രെൻഡ്സ് 90s കിഡ്സ് 80s കിഡ്സ് എന്നൊക്കെ. അപ്പൊ അവരൊക്കെ കണ്ട് ആസ്വദിച്ച കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ അത് വിന്റേജ് ആയിട്ട് നിൽക്കും. ഇനി എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ അന്ന് നമുക്ക് പ്ലാറ്റ്ഫോംസ് കുറവായതുകൊണ്ട് തന്നെ നമ്മളത് കൂടുതൽ ആഘോഷിച്ചിരുന്നു. അതെ, തീർച്ചയായും. ഇപ്പോൾ എക്സ്പോഷർ കൂടുതലാവുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അല്ല, സിനിമയൊക്കെ ഇറങ്ങുന്നതേ ഒരു യൂട്യൂബ് വ്ളോഗ് ഇറങ്ങുന്ന ലാഘവത്തിൽ വന്നു പോകുന്നുണ്ടോ എന്ന് സംശയം എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം എല്ലാ ആഴ്ചയും ഒരു 4 സിനിമ വെച്ച് മലയാളത്തിൽ മാത്രം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ 4 സിനിമകളിൽ അല്ലെങ്കിൽ ഒരു 200-300 സിനിമ ഒരു കൊല്ലം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ 10-20 സിനിമകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ലൈക്ക് അത് തന്നെയാണ് യൂട്യൂബിൻ്റെ ഒരു റേഷ്യോ. നമ്മൾ കുറേ 100 വീഡിയോ ഇറക്കുമ്പോൾ അതിൽ 20 എണ്ണം ചിലപ്പോൾ ട്രെൻഡിങ് നമ്പർ 1 സംബന്ധിച്ച് ഞാൻ ഓരോ വീഡിയോ ഇറക്കുന്ന ഓരോ സിനിമ ഇറക്കുന്ന ടെൻഷനില്ല ആയിരിക്കാം. പക്ഷേ ഇത് ആ ഒരു സ്പേസ് ആയി പോയി എന്ന് വെച്ച് കഴിഞ്ഞാലേ, പണ്ട് ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു സിനിമ ഇറക്കണമെങ്കിൽ ഒരു 6 മാസത്തോളം മിനിമം പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു സംവിധായകനാണ് അതിൽ ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, മോർ ദാൻ ആക്ടേഴ്സ്. ഒരു സംവിധായകൻ മിനിമം ലീസ്റ്റ് പറയുന്നത് 6 months ആണ് അയാളുടെ ജീവിതത്തിൽ മാറ്റി വെക്കേണ്ടത്. 6 to 1 year ഇതിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ പടം ഇറങ്ങി
ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് അത് വാഷ് ഔട്ട് ആവും, ചിലപ്പോൾ ഒരു 4 ദിവസം കൊണ്ട് അത് പോകുന്നു. യൂട്യൂബ് വ്ളോഗ് ഉണ്ടാക്കാൻ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയിൽ കൂടുതൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. പക്ഷെ ഒരു സിനിമയിൽ ഒരു 1 ഇയർ ഓഫ് ടൈം ആൻഡ് മണി മാറ്റി നിർത്തൂ. ടൈം ആൻഡ് എഫേർട്ട്. ഒരു ജീവിതത്തിൽ ഒരു 100 കൊല്ലം അല്ലെങ്കിൽ ഒരു 80 കൊല്ലം ജീവിക്കുമെന്ന് പറയുന്ന ഒരാൾ അയാളുടെ ജീവിതത്തിൽ 1 കൊല്ലം മാറ്റി വെച്ചിട്ട് 4 ദിവസം കൊണ്ട് അത് വാഷ് ഔട്ടായി പോകുമ്പോൾ അതിനൊരു വിധിയും. ഇനി അതല്ല, ഒരു ദിവസം കൊണ്ട് അത് ഹിറ്റ് ആകുമ്പോൾ അയാൾ അടുത്ത തലത്തിലേക്ക് എത്തിച്ചിരിക്കും. ഇതിന് രണ്ടിൻ്റെയും 2 സൈഡും ഉണ്ട് കേട്ടോ. കാരണം നിങ്ങളുടെ ഒരു യൂട്യൂബ് വ്ളോഗ് ഹിറ്റായാൽ കിട്ടുന്ന റെസ്പോൺസ് അല്ല നിങ്ങൾക്ക് ഒരു സിനിമ ഹിറ്റായാൽ കിട്ടും. കാരണം ഞാനത് പേഴ്സണലി മനസ്സിലാക്കിയിട്ടുള്ള അല വൈകുണ്ഠപുരമലു എന്നുള്ളൊരു സിനിമ ഒരു വെള്ളിയാഴ്ച കൊണ്ട് എനിക്ക് ഓപ്പൺ അപ്പ് ചെയ്തു തന്നത് ഒരു വേറെ ജീവിതമാണ്. ലൈക്ക് ഞാൻ അങ്ങനെ റെഗുലറായിട്ട് ഒരു സിനിമ കഴിഞ്ഞാൽ വേറൊരു സിനിമ എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. ഞാൻ പലപ്പോഴും മലയാളത്തിൽ കൊല്ലത്തിൽ ഒരു സിനിമ, ഒരു പ്രേതം ചെയ്യും, ഒരു വർഷം ചെയ്യും, ഒരു ഡാഡി കൂൾ ചെയ്യും. ഭയങ്കര ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രം സിനിമകൾ ചെയ്യാൻ പറ്റിയിരുന്ന ഒരു വ്യക്തിക്ക് ഇപ്പം ഞാൻ അടുത്ത 4 ഇയേഴ്സ് കൊണ്ട് 5 തെലുഗു സിനിമ ചെയ്തു. അതും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പടം ചെയ്യാൻ ഒരു കൊല്ലം എടുക്കുന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ അതിലും കൂടുതൽ സിനിമ ചെയ്തേനെ. അത്ര ടൈം എടുക്കുന്ന their industry is big. Their work culture is different. പ്രേതം ഞങ്ങൾ 23 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്ത്. വൈകുണ്ഠപുരം ഞങ്ങൾ 9 മാസം കൊണ്ടാണ് ഷൂട്ട് ചെയ്ത്. സോ അവർക്ക് അത്രയും ടൈം ഉണ്ട്, അവരത്രയും എഫേർട്ട് എടുക്കും. അവർ ഷെഡ്യൂൾ ബ്രേക്സ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഒരു മാസത്തിൽ ഒരു 8 ദിവസം ഷൂട്ട് ചെയ്യും, പിന്നെ 10 ദിവസം വെറുതെ ഇരിക്കും, അടുത്ത മാസം വീണ്ടും 8 ദിവസം ഷൂട്ട് ചെയ്യും. വളരെ സിമ്പിളായിട്ട് പറയാം. രാജമൗലി സാർ ചെയ്യുന്ന രാജുവേട്ടനെ വെച്ചിട്ടുള്ള ഈ സിനിമ, അനൗൺസ് ചെയ്ത സിനിമ 2027 ഡിസംബറിലോട്ടാണ് റിലീസ്. ഇനി 2 കൊല്ലം കഴിഞ്ഞ്. കാരണം ഷൂട്ട് കഴിയാൻ ഇനിയും 1.5 കൊല്ലം എടുക്കുന്നതാണ് പറയുന്നത്. സോ അവരുടെ സ്റ്റൈൽ ഓഫ് അവിടുത്തെ ഒരു വലിയ സിനിമയുടെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള അവിടുത്തെ ഇപ്പോൾ അല്ലു അർജുൻ സർ നായകനായിട്ടുള്ളൊരു പടം, നാഗാർജുന സർ നായകനായിട്ടുള്ള പടം, നാഗചൈതന്യ അല്ലെങ്കിൽ നാനി സർ പ്രൊഡ്യൂസ് ചെയ്ത പടം. അപ്പോൾ ഇതെല്ലാം വലിയ സിനിമകളാണ്. വലിയ സിനിമകളുടെ ഭാഗമാകുമ്പോഴാണ് ഇത് ഇത്രയും സമയം എടുക്കുക. അപ്പോൾ ഈ ആളുകൾ, ഈ സിനിമയിലെ ആളുകളെല്ലാവരും ഈ 2 വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിരിക്കുമോ? എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ, എസ്പെഷ്യലി ക്യാരക്ടർ ആക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ആയിരിക്കില്ല. അവർ ഒരേ സമയത്ത് നായകനായിരിക്കും. അതുകൊണ്ടാണ് 2020 ജാനുവരി 12 അല വൈകുണ്ഠപുരമലു ഇറങ്ങി, 2020 പുഷ്പ ഇറങ്ങി, 2025 പുഷ്പ അല്ല 2024 പുഷ്പ 2 ഇറങ്ങി. എന്ന് വെച്ചാൽ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ഈ അല്ലു അർജുൻ എന്ന് പറഞ്ഞ മനുഷ്യൻ 3 സിനിമ ചെയ്തുള്ളൂ. ഓക്കെ, അതാരും ചിന്തിക്കുന്നില്ല. ശരിയാട്ടോ. കാരണം they take so much of time. ഓക്കെ, അല്ല ഡെഡിക്കേഷൻ മാത്രമല്ല, അവരുടെയൊക്കെ കിട്ടുന്ന ലെവറേജ് വേറെയാണ്. ആ സിനിമ വർക്കായില്ലെങ്കിലാണ് പണിപാള്. ആ സിനിമ, കാരണം നമ്മുടെ നാട്ടിലെ വിധിയെഴുത്ത് അങ്ങനെയാണ്. ഒരു ദിവസം കൊണ്ട് ആ സിനിമ നല്ലതാണോ ചീത്തതാണോ എന്നുള്ളത് ആൾക്കാർ തീരുമാനിക്കും. അപ്പോൾ ആ സിനിമ വീണ് പോയി കഴിഞ്ഞാൽ 2 years ഓഫ് എഫേർട്ട്. പല സ്ട്രാറ്റജീസ് ഉണ്ട്, അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് ഷാറുഖ് ഖാൻ ചെയ്യുന്ന പോലെ 2 കൊല്ലത്തിലോ 1 കൊല്ലത്തിലോ ഒരു സിനിമ ചെയ്യാം, അല്ലെങ്കിൽ അക്ഷയ് കുമാർ ചെയ്യുന്ന പോലെ 1 കൊല്ലത്തിൽ 4 പടം ചെയ്യാം. ഡിപ്പെൻഡ്സ് ഓൺ യു. നിങ്ങൾക്ക് ഏത് വേണം, അത് നിങ്ങളുടെ സ്റ്റൈൽ ആൻഡ് സ്ട്രാറ്റജിയാണ്. പക്ഷേ ജനറലി എന്ത് സംഭവിക്കുന്നു വെച്ചാൽ വലിയ സിനിമകളുടെ ഭാഗമാകുമ്പോൾ പിന്നെ ക്യാരക്ടേഴ്സ് ആക്ടേഴ്സിന് എന്താ ഗുണമെന്ന് വെച്ചാൽ ഇതേ രൂപത്തിലാണെങ്കിൽ നിങ്ങൾക്ക് 1-2 പടത്തിൽ ചെയ്യാം. സിനിമയാകുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അടുത്തത് കിട്ടുന്ന ഒരു പോലീസ് ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഈ സിനിമ കഴിയാതെ എനിക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം ഷേവ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സിനിമകൾ തെലുങ്കിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിസ്സായിട്ടുണ്ട്. കാരണം ഈ ടെക്നീഷ്യൻസ് ഒക്കെ ഇവർക്ക് അപ്പോൾ ഒരു ലോങ് ടേമിൽ ജോലി കിട്ടുന്ന പോലെയാണല്ലേ എന്ന് വെച്ചാൽ ഇവർക്ക് വർക്ക് ഉണ്ടാവും. ഇപ്പോൾ ഒരു ക്യാമറാമാൻ്റെ ഒക്കെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ 1.5 years ഇതിൽ ലോക്കാവും. പക്ഷേ ഇപ്പോൾ മലയാളത്തിൽ അവർക്ക് എത്ര രൂപയാണോ കിട്ടുന്നത് ×10 അല്ലെങ്കിൽ ×15 ആണ് അവർക്ക് തെലുങ്കിൽ റെമ്യൂണറേഷൻ കിട്ടുക. അത് ഇത്രയും ദിവസം എടുക്കുന്നു എന്നുള്ളതുകൊണ്ടല്ല, അവരുടെ ബഡ്ജറ്റ് അത്രയും വലുതാണ്. ഫോർ എക്സാമ്പിൾ മലയാളത്തിൽ ഇപ്പോൾ ഞാനിപ്പോൾ വൈകുണ്ഠപുരവും പ്രേതവും കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ അതുപോലെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ആവറേജ് ഇവിടെ 3 to 5 CR ഒരു മലയാള സിനിമ സംഭവിക്കുമ്പോൾ അവിടെ ഒരു അല്ലു അർജുൻ സിനിമയോ അല്ലെങ്കിൽ അതുപോലത്തെ സിനിമകൾ മിനിമം ഒരു 80-85 crores ആയിരിക്കും പ്രൊഡക്ഷൻ കോസ്റ്റ് മിനിമം. പുഷ്പയ്ക്ക് 100 crore plus ഒക്കെ എന്ന് പറയുന്നു. സോ ബട്ട് ജനറലി ഇപ്പം ഞാൻ ചെയ്ത ബംഗാരാജു എന്ന് പറഞ്ഞ നാഗാർജുന പടം എഗെയിൻ വാസ് വെരി ഹൈ ഹെവി ബഡ്ജറ്റ് ഉള്ള, കാരണം ഇവർ സ്റ്റാർ കാസ്റ്റും അങ്ങനെ ഇരിക്കും. ഇപ്പം വൈകുണ്ഠപുരത്തിൽ തന്നെ ഞാൻ മാത്രമേ ഇതിനകത്തൊരു പുതുമുഖമുള്ളൂ. ബാക്കി ആൾക്കാരൊക്കെ പുതുമുഖം എന്നുള്ളതല്ല, ബാക്കി ആൾക്കാരൊക്കെ ഇൻഡിവിജ്വലായിട്ട് ഹീറോ ആയിട്ട് ചെയ്യുന്നവരാണ് ക്യാരക്ടർ റോൾ ചെയ്യുന്നത്. ജയറാമേട്ടൻ, സുശാന്ത്, സുനിൽ, തബു മാം, പൂജ ഹെഗ്ഡെ, നിവേദ ബെത്തുരാജ്, ഇവരൊക്കെ ഇൻഡിവിജ്വൽ ഹീറോയിൻസ് ആയിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ് അതിനകത്ത് ക്യാരക്ടർ റോൾ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ സ്കെയിൽ വിത്ത് ദീസ് പീപ്പിൾ ആർ ഡൂയിങ്. അതിൽ ഞാൻ മാത്രമാണ് ഇപ്പം സമുദ്രകനി സർ ഒക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് നായകനായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ്.
അങ്ങനത്തെ ആൾക്കാരാണ് അവിടെ ക്യാരക്ടർ റോൾസിനെ കാസ്റ്റ് ചെയ്യുന്നത്. നായകനായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരെ ക്യാരക്ടർ റോൾസ് ആയിട്ട് അഭിനയിക്കുന്ന സിനിമ ലെറ്റർ. സിനിമയ്ക്ക് മുന്നേ എനിക്ക് വീണ്ടും പഴയ ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ചോദിച്ച ചോദ്യം എങ്ങനെ സിനിമയിൽ എത്തി എന്നുള്ള അങ്ങനെയാണ് വന്നത്. പിന്നെ സിനിമ തമ്മിൽ തുടങ്ങിയ പിന്നെ നിർത്തൂലല്ലോ. സിനിമ ടോക്സ് നിങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന ടോക്സ് ആണ്. ഞാൻ ഒന്നിനെ കുറിച്ച് പറഞ്ഞാലും നിർത്തൂല, അതാണ് എന്റെ പ്രശ്നം. സംസാരിക്കാൻ അവസരം എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ചോദ്യം കുറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇനി പോഡ്കാസ്റ്റ് തുടങ്ങാത്ത ഏക വ്യക്തി GP മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും പോഡ്കാസ്റ്റ്. ഞാൻ തുടങ്ങാത്തതിന്റെ കാര്യം എന്താ പറയുക, ഞാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ അതിൽ അഡിക്റ്റഡ് ആയി പോകും. എനിക്ക് ഇഷ്ടമുള്ള പരിപാടി അത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഷോസോ പരിപാടികളിൽ നിന്നോ സ്വയം ഞാൻ എന്നെ തന്നെ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ കുറച്ചെങ്കിലും സിനിമയിൽ കോൺസെൻട്രേറ്റ്. ഞാൻ എപ്പോഴും ഡിസ്ട്രാക്റ്റഡാണ്. ഐ എം ഓൾവേസ് ഡിസ്ട്രാക്റ്റഡ്. അവതരണമാണോ, ഇവന്റ് ഹോസ്റ്റിംഗ് ആണോ, പരസ്യമാണോ, മറ്റേ വ്ളോഗിംഗ് ആണോ, ഒരു സാധനം ചെയ്യുമ്പോൾ നമുക്ക് ഫോക്കസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി വെൻ യു ആർ ഡൂയിങ് ഫിലിംസ് എന്ന് പറയുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വർക്ക്ഷോപ്പ് ചെയ്യുക, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ മെച്ചപ്പെടുക, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ക്രാഫ്റ്റ് മെച്ചപ്പെടുത്തുക, നിങ്ങൾ കൂടുതൽ നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കുക, ഡയറക്ടേഴ്സിനെ പോയി കാണുക, അവിടെ തന്നെ നിന്ന് അടുത്ത സിനിമയിലേക്ക് കിട്ടാനുള്ള അത് കുറേ പണിയുണ്ട്. അതന്നെ ഒരു ആയുഷ്കാലം ചെയ്യാനുള്ള പണിയുണ്ട്. ആ സമയത്താണ് ഞാൻ ഇപ്പുറത്ത് പോയിട്ട് മറ്റേ 2 ഷോ ഹോസ്റ്റ് ചെയ്യും, ഇപ്പുറത്ത് സൈമ അവാർഡ്സ് ചെയ്യും, അപ്പുറത്ത് മഴവില്ലാന്മാരമ ചെയ്യും, ഇവിടെയുള്ള എല്ലാ ബ്രാൻഡുകളും എടുത്ത് കൈപിടിക്കും, എന്നിട്ട് ആ ആഡ് ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇപ്പം പുറത്തു നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ചില ആൾക്കാർ എന്ത് പറ്റുന്നു വെച്ചാൽ നമ്മളെ ഡീഫോ ഡാൻസ് പോലുള്ള സംഭവങ്ങളിൽ കാണാത്തോണ്ട് ഇപ്പം GP എന്താ ചെയ്യുന്നത് ചോദിക്കും. ഞാൻ മുമ്പ് ശരിക്കും GP എന്താ ശരിക്കും ഇപ്പൊ എല്ലായിടത്തും. അപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ദൈവമേ പരിപാടി അതൊരു ഈശ്വരാനുഗ്രഹമാണ്. ആൻഡ് ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ടച്ച് വുഡ്. കാരണം പക്ഷേ എഗെയിൻ അത് ആസ് എ സെലിബ്രിറ്റി പറ്റുന്ന ഒരു കാര്യമല്ല. എല്ലാവർക്കും ഇതിനൊരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. GP എന്താ വേറൊരു വഴിയുണ്ട് ജീവിക്കാറുണ്ട്. പക്ഷെ ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ ഒരു ഓഡിയൻസ് ഒരിക്കലും ചോദിക്കാൻ പാടില്ല നിങ്ങൾ എന്താ ചെയ്യുന്നത്. കാരണം നിങ്ങൾ എപ്പോഴും ഒരു സെലിബ്രിറ്റിയാണ്. നിങ്ങൾ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ള ഓഡിയൻസ് അറിയണം. നിങ്ങൾ ഒന്നെങ്കിലും ഒരു ഹിറ്റായിട്ടുള്ള ഷോ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹിറ്റായിട്ടുള്ള സിനിമ ചെയ്യണം, അല്ലെങ്കിൽ അവരെ കേറ്റർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പരിപാടി ചെയ്യണം. മലയാളികൾക്ക് ഒരു ഐഡിയയില്ല GP ഇപ്പം എന്താ ചെയ്യുന്നത്. പക്ഷേ GPക്ക് എപ്പോഴെങ്കിലും സിനിമയിൽ മാത്രമായിട്ട് ഒതുങ്ങണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, പറ്റത്തില്ല. അവിടെയാണ് പ്രശ്നം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണമെങ്കിൽ എനിക്ക് ഏറ്റവും ഈസിയസ്റ്റ് തിങ് ടു ഡു തെലുഗു ഫിലിംസ് അലോൺ. കാരണം ഇപ്പം എനിക്ക് തെലുഗുവിലാണ് കൂടുതൽ ഓഫേഴ്സ് വരുന്നത്. എനിക്ക് ഇഷ്ടമുള്ള സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് എനിക്ക് അങ്ങനത്തെ ഓഫേഴ്സ് വരുന്നില്ല. ഞാൻ മലയാള സിനിമ ചെയ്യാത്തത് സമയമില്ലാത്തതുകൊണ്ടൊന്നല്ല, മലയാളത്തിൽ നല്ല ഓഫേഴ്സ് വരും. പക്ഷേ തെലുങ്കിൽ നിന്ന് എനിക്ക് നമ്മളെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഓഫേഴ്സ് വരും. അതെന്താണ് GPക്ക് തെലുങ്കിലേക്ക് ശരിക്കും തെലുങ്കിലേക്ക് വരാം, സിനിമയിലേക്ക് തന്നെ വരാം. തെലുങ്കിലേക്ക് എൻട്രി കിട്ടിയത് എങ്ങനെയാണ്? അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് തെലുങ്കില് GPക്ക് ഒരു ചാൻസ് അവിടെ എൻട്രി കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തൽക്കാലം ഒഴിവാക്കാം. കാരണം ഒന്നാമത് എല്ലാ ഇന്റർവ്യൂവിലും വരുന്ന പരിപാടികളാണ്. സംഹൗ ഇറ്റ് ഹാപ്പൻസ് എന്ന് വിചാരിക്കാം. പക്ഷെ വൈ തെലുഗു എന്നുള്ളതിനുള്ള കാരണം പലപ്പോഴും പല ഇന്റർവ്യൂവിലും വരാത്ത ചോദ്യങ്ങൾ. അതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെലുങ്കിന് പ്രത്യേകത ഉണ്ടായിട്ടോ ഞാനും തെലുങ്കും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിട്ടോ അല്ല. നിങ്ങൾക്ക് സക്സസ് എവിടെയാണോ സംഭവിക്കുന്നത് അതാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുക. എനിക്ക് ഡീഫോ ഡാൻസ് ആണ് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന അടയാളങ്ങൾ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആദ്യത്തെ സിനിമയാണ്. പക്ഷെ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല, ഇൻഡസ്ട്രിയിലാണ് എത്തിയത്. എന്ന് വെച്ചാൽ ആ പടം കമേഴ്ഷ്യൽ ഹിറ്റ് ആവാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സിനിമ ചെയ്ത് നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഒരു സംസാര വിഷയമായി. കാരണം ഒരേ കടൽ എന്ന് പറയുന്ന സിനിമയാണ് സെക്കൻഡ് ബെസ്റ്റ് ഫിലിമായ, ഞങ്ങളായിരുന്നു ഫസ്റ്റ് ബെസ്റ്റ് ഫിലിം. സോ ഒരേ കടൽ വാസ് കൺസിഡർഡ് ശ്യാം സാറിന്റെ അത്രയും ഗംഭീര സിനിമയുടെ കൂടെ മത്സരിച്ച് ബെസ്റ്റ് ഫിലിം കിട്ടിയ ഒരു സിനിമയിലെ നായകൻ. അത് ഭയങ്കര സംസാര വിഷയമായിരുന്നു ഇൻഡസ്ട്രിയിൽ. അതുകൊണ്ടാണ് എനിക്ക് IG, ഡാഡി കൂൾ ഒക്കെ പോലെയുള്ള വലിയ വലിയ സിനിമകളുടെ ഭാഗമാവാൻ സാധിച്ചു. കാരണം ഈ പയ്യനെ അന്ന് ആരും കാര്യമായിട്ട് യങ്സ്റ്റേഴ്സ് ആരും അന്ന് വന്നു തുടങ്ങുന്നുള്ളൂ. ഇപ്പം ഞാൻ വിനുമോഹൻ, വിനീത് ശ്രീനിവാസനൊക്കെ ഒരേ കൊല്ലാണ് ഡെബ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ മോർ ഓർ ലെസ് സെയിം ടൈമിലാണ്. സോ ആ സമയത്ത് ഇങ്ങനത്തെ ആൾക്കാരില്ല. ആസിഫും ഇവനും ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. സോ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 19-20 വയസ്സാണ് ആ സമയത്ത്. അങ്ങനെ ഒരു സംഭവമായിരുന്നു ഫസ്റ്റ് മൈൽ സ്റ്റോൺ. സെക്കൻഡ് മൈൽ സ്റ്റോൺ വേർ ഞാൻ ആളുകളിലേക്ക് എത്തി എന്ന് പറയുന്ന ഡീഫോ ഡാൻസ് ആണ്. ഡീഫോ ഡാൻസ് ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു, എനിക്ക് ഒരുപാട് ഷോസ് വന്നു. ഞാൻ D4 ചെയ്തു, ഒരു ക്വിസ് ഷോ അടിമോനെ ബസ്റ്റർ ചെയ്തു, 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ഒരു സ്റ്റൺ റിയാലിറ്റി ഷോ ചെയ്തു, ഒരു ഗെയിം ഷോ ചെയ്തു, ലോകത്ത് പല സ്ഥലത്തും പോയി, കാനഡ, സിംഗപ്പൂർ, അമേരിക്കയിലൊക്കെ പോയിട്ട് കുറേ ഷോസ് ഹോസ്റ്റ് ചെയ്തു. ലാലേട്ടനോടൊപ്പം പോലും സിംഗപ്പൂർ ഷോയിൽ പോയി പെർഫോം ചെയ്തു. അപ്പം 400-500 എപ്പിസോഡ്സ് ഓഫ് ടെലിവിഷൻ, some 20, 30, 50 ലൈവ് ഇവൻറ്റ്സ്, ബിക്കോസ് യു ആർ സക്സസ്ഫുൾ ഇൻ ദാറ്റ്. അത് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് കിട്ടിയ സക്സസ് എന്ന് പറയുന്നത് പ്രേതമായിരുന്നു. പ്രേതം തിരക്കേടില്ലാത്തൊരു ഹിറ്റായിരുന്നു ഇവിടെ, നല്ല പടമായിരുന്നു.
അപ്പം പ്രേതമാണ് എനിക്ക് സിനിമയിൽ അത്യാവശ്യം ആളുകൾ. ഇപ്പം ഞാനിപ്പോഴും ഒരു കോളേജിൽ ആ സമയത്ത് പോയിരുന്നപ്പോൾ സ്കൈപ്പിൽ വരും ഷിബുക്കുട്ടൻ എന്നൊക്കെ പിള്ളേരെല്ലാവരും കൂടെ ഒരുമിച്ച് പാടിയിരുന്ന, ഞാൻ സ്റ്റേജിൽ കയറിയ പാടിയിരുന്ന ഒരു സ്പേസിൽ എത്തുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. 2016 അത് ഹിറ്റായിരുന്നു. 17, 18, 19, 20, 21 വരെയൊക്കെ അത് അത്യാവശ്യം ഈ സ്കൈപ്പിൽ വരും ഷിബുക്കുട്ടനൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമായിരുന്നു. പക്ഷെ അന്ന് ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പ്രേതം കഴിഞ്ഞപ്പോൾ മലയാളത്തിൽ നിന്ന് എഗെയിൻ കുറേ ഓഫേഴ്സ് വന്നു. ഞാൻ അജു, ഷറഫ് ഇങ്ങനെ കോമ്പിനേഷൻ, അല്ലെങ്കിൽ ആ സ്പേസിൽ പ്രേതത്തിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ സ്പേസിൽ നിൽക്കുന്ന കുറേ സിനിമകൾ വന്നു. അതേ കൊല്ലമാണ് എനിക്ക് തമിഴിൽ നിന്നും കീ എന്ന് പറഞ്ഞിട്ടുള്ള പടം വന്നു. അതിൽ ജീവയാണ് നായകൻ. ഞാനൊരു സൈക്കോ വില്ലനാണ്, ഒരു ഹാക്കറാണ്. നാടോടികൾ മിരുതനൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത, ഗ്ലോബൽ ഇൻഫർടൈൻമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹെവി ബഡ്ജറ്റ് തമിഴ് പടം. ഒരിക്കലും ഒരാളും കാസ്റ്റ് ചെയ്യാത്തൊരു കട്ട സൈക്കോ വില്ലൻ. ഞാനിവിടെ ഒരു GP, ഒരു പൈങ്കിളി പെൺപിള്ളേർ, അങ്ങനത്തെ ഒരു ബ്രാൻഡ് സ്പേസിൽ നിൽക്കുന്ന D4 Dan GPയിൽ നിന്നും ഇവരെൻ്റെ ലുക്ക് കണ്ടിട്ട് ഇങ്ങനൊരു സാധനം ചെയ്തപ്പോൾ ഐ ഫെൽ ദറ്റ് ദിസ് ഇസ് എ ലെവൽ അപ്പ്. അപ്പോൾ എനിക്ക് ഐ ഹാഡ് ടു ചൂസ് ഇപ്പോൾ വരുന്ന മലയാള സിനിമ വേഴ്സസ് ഒരു ലെവൽ അപ്പ് തമിഴ് സിനിമ. സ്വാഭാവികമായിട്ട് ഈ തമിഴ് സിനിമയിൽ ക്യാരക്ടർ എന്നെ പേടിപ്പിച്ചു. ഇതെനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് വരെ പേടി തോന്നി. എനിക്ക് എന്ത് പേടി തോന്നാലും അപ്പം ഞാനത് ടേക്കപ്പ് ചെയ്യും. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പം ഞാൻ വേഗം അത് സൈൻ ചെയ്തു. എന്നിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഞാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി, വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. കാരണം ഈ സൈക്കോ വില്ലൻ കയ്യിൽ നിന്ന് പോകാതെ ചെയ്യണം. ഞാൻ അതുവരെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് ഒന്നും ചെയ്തിട്ടില്ല. സോ അതിനു വേണ്ടി പെർഫോം ചെയ്യാൻ തുടങ്ങി. അവിടെ കിട്ടിയ പണി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കൊട്ട താടി അതിന് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ താടിയാണ്. അപ്പോൾ ഈ സിനിമയിൽ കയറിയതിന് ശേഷം ഇനി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഈ താടിയുള്ള റോളേ ചെയ്യാൻ പറ്റുള്ളൂ ഈ സിനിമ കഴിയുന്നത്. ഇപ്പോൾ പ്രേതത്തിൽ ഷിബുക്കുട്ടനെ കാസ്റ്റ് ചെയ്യുന്ന ഒരാൾ ഇത്രയും താടിയുള്ള ഒരു കാസ്റ്റിംഗ് അല്ല ഇവിടുന്ന് മലയാളത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ മലയാള സിനിമയൊന്നും ചെയ്യാൻ പറ്റാതെ ഈ സിനിമയ്ക്ക് കിട്ടിയ പണി എവിടെയാണെന്ന് വെച്ചാൽ, ഇത്രയും വലിയ ബാനറും പരിപാടികളൊക്കെ ആണെങ്കിലും ഈ പടം കംപ്ലീറ്റ് ചെയ്യാൻ 2 കൊല്ലം എടുത്തു. അതിനെന്താ വെച്ചാൽ ഇടയിൽ ജയലളിത മരിച്ചു. ജയലളിത മാഡത്തിൻ്റെ പാർട്ടിയിലുള്ള MLA ആയിരുന്നു ഇതിൻ്റെ പ്രൊഡക്ഷൻ. പിന്നെ നോട്ട് നിരോധനം വന്നു. അങ്ങനെ എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിട്ട് ഈ പരിപാടി മുന്നോട്ട് പോകുന്നില്ല. അപ്പം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുക 2 years. കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ കട്ട താടി വെച്ചിട്ട് ഞാനൊരു ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് ഹോസ്റ്റ് ചെയ്തു. കാരണം അതിൽ പിന്നെ താടി പ്രശ്നമില്ലല്ലോ, ഫിലിം അവാർഡ്സ് അല്ലേ. ഷോസ് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഷോസ് ഇഷ്ടം പോലെ വന്നിരുന്നു. എനിക്ക് ഇപ്പോഴും ഷോസ് വരുന്നുണ്ട്. പക്ഷേ അന്ന് ഞാൻ ഷോസ് വേണ്ട തീരുമാനിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഇനി ഷോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു അവതാരകനായിട്ട് മാറും. ഉറപ്പായിട്ടും ഞാൻ ഇവിടുത്തെ ബെസ്റ്റ് അവതാരകനായിട്ട് നിൽക്കും. പക്ഷേ എനിക്ക് അതും എനിക്ക് പറ്റില്ല. എനിക്ക് ഐ വാണ്ടഡ് ടു എക്സ്പ്ലോർ ദിസ് ഓപ്പർച്യൂണിറ്റി ഓഫ് ഫിലിംസ്. അപ്പോൾ ഞാൻ അങ്ങനെ മറ്റേതിലേക്കൊക്കെ പോയി. പക്ഷേ ഇതിൽ പോയപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൊല്ലം അങ്ങനെ നിന്നുപോയി. റിലീസ് ആവാറാകുമ്പോഴേക്കും ഇതിൻ്റെ സ്ക്രീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ, ജീവയുടെ മാനേജർ ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഭയങ്കര പെർഫോമൻസ് ആണ്, ഈ തമിഴിൽ നിങ്ങൾക്ക് നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല, നിങ്ങൾ അങ്ങനത്തെ സ്ക്രീൻ പ്രസൻസ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് വേറെ ലെവലിലേക്ക് എത്തിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞ് എൻ്റെ ലൈഫ് സെറ്റാണ്. അതോടുകൂടി പിന്നെ ഷോസ് എടുക്കാതെയായി. കാരണം നമ്മൾ ലൈഫ് സെറ്റാണല്ലോ. ജീവ ഓഡിയോ ലോഞ്ചിൽ പറയുന്നു ആദ്യമായിട്ടാണ് എന്നെ ഒരു ആക്ടർ ഇൻസെക്യൂർ ആക്കുന്നത് എന്നൊക്കെ ഇങ്ങേര് ഓഡിയോ ലോഞ്ചിലൊക്കെ. അപ്പം നമ്മളിതൊക്കെ ക്യാരിഡ് അവേ ആയി പോകും. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ ജീവിതം കഴിഞ്ഞ് ഞാൻ വേറെ ഇനി അടുത്ത സൂര്യയുടെ വില്ലൻ, അത് കഴിഞ്ഞാൽ മറ്റേ വിജയുടെ വില്ലൻ, അങ്ങനെ ആ ലെവലാണ് നമുക്ക് കിട്ടുന്ന ഇൻപുട്സ് ഇങ്ങനെയാണ്. വി ആർ ജസ്റ്റ് ഗ്രോയിങ് അല്ലേ. അപ്പോൾ ആ സമയത്ത് ഇത്ര ഇൻപുട്സ് കിട്ടുമ്പോൾ നമ്മളിതൊക്കെ വിശ്വസിച്ച് പോകും. ഒന്നിലധികം ആൾക്കാർ പറയുമ്പോൾ. പടം ഇറങ്ങി 2 ദിവസം കൊണ്ട് പടം വാഷൗട്ടായി എന്ന് മാത്രമല്ല, എനിക്കിതിൻ്റെ റിവ്യൂസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. കാരണം റിവ്യൂസിലൊക്കെ എന്നെക്കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ്. ദ ന്യൂ ബോയ് ഗോവിന്ദ് പത്മസൂര്യ ഈസ് ടെറിഫിക്. പക്ഷെ ബാക്കി എല്ലാം ചീത്തവിളിയാണ്. അപ്പോൾ ഇത് ഇടുമ്പോൾ ഞാൻ ആകെ ലോക്കായി പോയി. മനസ്സിലായി, ഇത് മാത്രം കട്ട് ചെയ്തിടാനും പറ്റുന്നില്ല. പക്ഷേ പടം ഹിറ്റായില്ലെങ്കിൽ നമ്മൾ ഒരാൾ ശ്രദ്ധിക്കില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ സത്യമായിരുന്നു. തമിഴിൽ നിന്ന് പിന്നെ ഓഫേഴ്സ് വന്നില്ല എന്ന് മാത്രമല്ല, ഈ പടം ഇറങ്ങി കണ്ടവരൊക്കെ ചേട്ടൻ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. ഈ ചേട്ടൻ നന്നായിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. കാരണം എന്താ വെച്ചാൽ അടുത്ത സിനിമ കിട്ടണം, അല്ലെങ്കിൽ ഈ സിനിമ 4 ആൾക്കാർ കാണണം. പടം ഹിറ്റാകുകയും വേണം, അഭിനയം നന്നാവുകയും വേണം. പടം ഹിറ്റാവാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അഭിനയം നന്നാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അഭിനയം നന്നായിട്ട് പടം ഹിറ്റായില്ലെങ്കിൽ കാര്യമില്ല. പടം ഹിറ്റായിട്ട് അഭിനയം നന്നായില്ലെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഓഫർ കിട്ടിയെന്ന് വരും. പക്ഷേ പടം ഹിറ്റാവുക എന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. D4 Dan ഹിറ്റാവുക ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഫ്ലോപ്പായോട് കൂടിയിട്ട് പിന്നെ ഒരു 4 മാസം എനിക്ക് ഒരു പണി ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ താടി വെച്ച് അങ്ങോട്ട് കൂടെ നടക്കരുത്. പക്ഷേ ചില സമയത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് വർക്കാവെന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ സിനിമയുടെ തെലുങ്ക് ഡബ്ബ് യൂട്യൂബിൽ വന്നു. അവർ റൈറ്റ്സ് ഓട്ടോ കൊടുത്തു തെലുങ്കിന് ഡബ്ബിങ് റൈറ്റ്സ് കൊടുത്തുണ്ടാവും. ഈ സാധനം അല വൈകുണ്ഠപുരമുണ്ട് ഡയറക്ടർ ത്രിവിക്രം സാർ ഇതിലത്തെ കുറേ ഭാഗങ്ങൾ കാണുക, ആ സിനിമ കാണുക എന്തോ ഇടയായി. അപ്പോൾ അദ്ദേഹത്തിന് ഈ ആക്ടർ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡയറക്റ്റ് കോൾ വരികയായിരുന്നു അവരുടെ ഓഫീസിൽ നിന്ന്.
അതൊരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയി. കാരണം അപ്പോഴാണ് എനിക്ക് കോൾ വരുന്നു അല്ലു അർജുൻ സിനിമയിൽ വില്ലനായിട്ട് ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സംഭവം അല്ലേ അല്ലു അർജുന്റെ സിനിമയിൽ വില്ലൻ എന്നൊക്കെ പറയും. അതിനകത്ത് എനിക്ക് ത്രിവിക്രം അല്ലു അർജുൻ കോമ്പിനേഷൻ വാസ് ഓൾവേസ് സക്സസ്ഫുൾ. ഇപ്പൊ ഇവിടെ രഞ്ജിത് ശങ്കർ ജയസൂര്യ എന്ന് പറഞ്ഞിട്ട് പുണ്യാളന ഗർഭത്തീസ് പ്രേതം മറ്റേതിങ്ങനെ റെഗുലർ പാറ്റേൺ ചെയ്യുന്ന അതേ സ്റ്റൈലാണ്. പക്ഷെ അതിനേക്കാൾ വലിയ സ്കെയിലുള്ള സ്റ്റൈലാണ് ഈ സാധനം ത്രിവിക്രം അല്ലു അർജുൻ. അപ്പോൾ അത് കയറി ചെയ്യുന്നു. പക്ഷെ അത് ചെയ്യുമ്പോഴും ഞാൻ ഇങ്ങനൊരു അത് ചെയ്തതോടുകൂടി പിന്നെ എന്താ അറിയോ, നമ്മൾ ഈ ഓക്കെ ഈ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ ലെവലാവും ഇതൊക്കെ പരിപാടിയൊക്കെ വിടും. കാരണം നമുക്ക് ഭാഗ്യം അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞത് ഒരാളോട് പറഞ്ഞതുപോലുമില്ല ഈ സിനിമ ചെയ്യുന്നുണ്ടെന്നുള്ളത്. കാരണം എനിക്ക് ഒന്നാമത് ഇതിന്റെ ഫുൾ കഥയൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ചെറിയ ഒരു ഒന്ന് ഓടിച്ച് ചെറിയ ചെറിയ പരിപാടികളെ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഉണ്ട് തന്നെ ആൾക്കാർക്ക് മനസ്സിലാവുമോ എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്താ വെച്ചാൽ സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ആരോടും പറഞ്ഞില്ല. ഇതിന്റെ ടീസർ ആദ്യമായിട്ട് ഇറങ്ങിയപ്പോഴാണ് ആൾക്കാർ എന്നെ അതിൽ കാണുന്നത്. പിന്നെ കുറെ പേര് ഇങ്ങനെ വിളിച്ചു പറയായിരുന്നു നീ മറ്റേ തെലുങ്ക് പടത്തിലുണ്ട്. കാരണം ഞാൻ ഇവിടെ അനൗൺസ് ചെയ്തിട്ട് ഒന്നുമില്ല ഈ ടീസർ കണ്ടപ്പോൾ കറി ഇത് എന്താ ഉണ്ടാവുക നമുക്കറിയില്ലോ. പക്ഷെ ദാറ്റ് ബിക്കെയിം സോ വാട്ട് ഹാപ്പൻ വാസ് ഈ മൂവി കയറി കൊളുത്തി. ഇത് കൊളുത്തിയോട് കൂടിയിട്ട് പിന്നെ നമുക്ക് ഈസി ആയിട്ട് പടങ്ങൾ വരാൻ തുടങ്ങി. ശരിക്കും അപ്പം തന്നെ ഞാൻ ബാക്ക് ടു ബാക്ക് 3 പടം സൈൻ ചെയ്തിരുന്നു. പക്ഷേ January 12, 2020 റിലീസ് ചെയ്തെന്നുള്ളതുകൊണ്ട് March 22 ലോക്ക്ഡൗൺ ഉണ്ടായതുകൊണ്ട് പിന്നെ എനിക്ക് ഒരു കൊല്ലം പടം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഇമീഡിയറ്റ് ആയിട്ട് വന്നാൽ 3 പടം പോയി. പക്ഷേ എങ്കിലും 21 മുതൽ എനിക്ക് ബംഗാരാജു നാഗാർജുന സാറിൻ്റെ പ്രൊഡക്ഷനിലുള്ള പടം വന്നു. ഞാൻ ഈ പ്രൊഡക്ഷനിൽ ഞാൻ അഭിനയിച്ചു. അങ്ങനെ ഇപ്പോൾ ഒരു 5ാമത്തെ തെലുങ്ക് പടമായി. അപ്പോൾ വലിയ വലിയ സിനിമകൾ അവിടെയുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ വീണിട്ടല്ല അങ്ങോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ഏത് ബ്രാൻഡിങ്ങിൽ പിടിക്കണം. ചറപറാന്ന് ഓഫർ വരുമ്പോഴൊന്നും പിടിക്കുന്നില്ല. ഓരോ പടം ഇറങ്ങുമ്പോഴും ബ്ലോക്ക് ബസ്റ്റർ ആവുമെന്ന് വിചാരിച്ചിട്ട് ഒരു സാധനം സംഭവിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഇത് എങ്ങനെയാണ് ഇത് പിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇവിടെ റിലീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാതെ അവിടുത്തെ വലിയ സിനിമകളുടെ ഭാഗമാവുക, അവിടെ ആക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമാവുക. അപ്പോൾ അവിടെ നാനി സാർ പ്രൊഡ്യൂസ് ചെയ്ത പടം, നാഗാർജുന പ്രൊഡ്യൂസ് ചെയ്ത പടം, അല്ലു അർജുൻ. അപ്പോൾ ഇങ്ങനത്തെ വലിയ വലിയ ആക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങൾ ഒരു ബേസിക് സാധനം ഉണ്ടാവും. കാരണം അവർ കാശ് മുടക്കിയിട്ട് അവർ ചെയ്യുമ്പോൾ അവർ ആ പടത്തിനെ സേഫാക്കാൻ നോക്കും. വലിയ സിനിമകളുമായിരിക്കും. അങ്ങനെ പരിപാടികൾ ചെയ്ത് 5ാമത്തെ തെലുങ്ക് പടം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരിക്കും തെലുങ്കിലേക്ക് പോകുമ്പോഴേ നമുക്കുമായിട്ട് ഒരു സാമ്യവും ഇല്ലാത്തൊരു ഭാഷയാണ്, നമുക്ക് അറിയാത്ത ഭാഷയാണ്. എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ് അവരുടെ സിനിമ മേക്കിംഗ് ആണെങ്കിലും നമ്മുടെ കേരള ഫിലിം ഇൻഡസ്ട്രി പോലെ അല്ലല്ലോ. ഒരു കുറച്ചുകൂടെ മാസീവാണ്. പിന്നെ അങ്ങനെ മൊത്തത്തിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോയിട്ട് ഭാഷ പോലും അറിയാതെ ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? അത് ലൈക്ക് എങ്ങനെയാണ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ എന്താ വെച്ചാൽ നമുക്ക് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് കുറേ നിന്നിട്ട് മലയാള സിനിമ കിട്ടാതെ നമ്മൾ തന്നാലെ തെലുങ്ക് പഠിച്ചോളാം. സർവൈവലാണോ? കാരണം പണ്ട് ആൾക്കാർ പറയില്ലേ ഇവിടെ ജോലി കിട്ടാതെ പ്രവാസിയായിട്ട് അവിടെ പോയി കഷ്ടപ്പെടാൻ ഞങ്ങൾ തയ്യാറാണ്, എന്നിട്ട് തിരിച്ചു വന്നൊരു കൊട്ടാരം പണിയാണ്. ഏകദേശം ആ ലൈൻ തന്നെയാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് ആൾക്കാർ ഗൾഫിലും ബോംബെയിലൊക്കെ പോയിരുന്നുണ്ടെങ്കിൽ ഞാൻ തെലുങ്കിൽ പോയിട്ട് ഇതേ പരിപാടി ചെയ്യുന്നു. അല്ലാതെ ഇതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. കാരണം അതാണ് എനിക്ക് വർക്കായത്. എനിക്ക് വേണമെങ്കിൽ പ്രേതത്തിൻ്റെ മൈലേജ് വെച്ച് പിടിച്ച്, കാരണം അന്ന് ആ സ്പേസിലൂടെ പോയി മെല്ലെ മെല്ലെ ക്യാരക്ടേഴ്സ് ചെയ്ത് നായകനായി വന്നിട്ടൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് റൈറ്റ് ഡിസിഷനായി തോന്നിയത് ആ തമിഴ് സിനിമയാണ്. ഞാൻ പിന്നെ എൻ്റെ ഡിസിഷൻസ് ഒന്നും റിഗ്രറ്റ് ചെയ്യുന്നില്ല. കാരണം മൈ ജേർണി ഈസ് ഓൾവേസ് ലൈക്ക് ദിസ്. അങ്ങനെ നമ്മൾ തെലുങ്കിൽ പോയി പെടുകയും നമ്മൾ സിനിമ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനിമ കിട്ടാതെ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് 1-2 സിനിമകളിൽ നിന്ന് ചൂസ് ചെയ്യാൻ അവസരം കിട്ടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ തെലുങ്ക് അല്ല ഏത് ഭാഷയും പഠിക്കും. അപ്പോൾ ഞാനിപ്പോഴും ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് തെലുങ്ക് സംസാരിക്കുന്നില്ല. പക്ഷേ എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് ഇപ്പോൾ പറയുന്ന തെലുങ്കിലാണ്. എൻ്റെ അടുത്ത് അവർ തെലുങ്കിൽ അവിടെയുള്ള ആൾക്കാർ സംസാരിക്കുന്ന തെലുങ്കിലാണ്. ഞാൻ തിരിച്ച് ഇംഗ്ലീഷിൽ മറുപടി പറയും. പക്ഷേ ആൾക്കാർ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന തെലുങ്കിലാണ്. ആ സ്റ്റേജിലെത്തി. മനസ്സിലാവും. തുടങ്ങിയോ? ചെറുതായിട്ട് അതിൻ്റെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടത്തിൽ ഞാൻ അവർ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ലെറ്റ് സി. അല്ലെങ്കിൽ ഇനി ഒന്നും വർക്കായില്ലെങ്കിൽ പൊതുവേ എല്ലാ പാറ്റേണും ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നൊരു പാറ്റേൺ. ഇപ്പോൾ ബണ്ണി ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇവിടെ ജിസേട്ടനാണ് എപ്പോഴും ഒരേ വോയിസാണ് എപ്പോഴും. അങ്ങനെയെങ്കിലും ചെയ്യണം. ഇറങ്ങുന്ന എല്ലാ പടത്തിനും ഒരേ വോയിസ് കൊടുക്കുന്ന ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ കണ്ടെത്തുക. അല്ലെങ്കിൽ ഇപ്പോൾ പ്രഭാസിൻ്റെ എല്ലാ ശബ്ദവും ഒരേ ശബ്ദമാണ്. KGF നായകൻ്റെ ശബ്ദം ഒരേ ശബ്ദമാണ്. അപ്പോൾ അതുപോലെ ഒരാളെ കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യാം. അപ്പം ഞാൻ ആദ്യം ശ്രമിക്കുന്നത് നമ്മൾ തന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ തന്നെ ഡബ് ചെയ്യുമ്പോൾ നമുക്കതൊരു ഭയങ്കര അത് വലിയൊരു ക്വാളിറ്റിയാണ്. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ദുൽഖർ ചെയ്യുന്നുണ്ട്, രാജുവേട്ടൻ ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് ഗുഡ്. പക്ഷെ അത് നമ്മുടെ സംവിധായകനും കൂടെ അത് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യണം, നമുക്കും അത് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യണം. അവർക്കും കാണുമ്പോൾ ഒരു ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചില ആക്ടേഴ്സ് തമിഴിൽ പോയിട്ട് അഭിനയിക്കുമ്പോൾ മലയാളം പറയുന്ന പോലെ തമിഴ് പറയും. അതുപോലെ ആവരുതെന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ വിനായകന്റെ മൂവീസ് ഒക്കെ കാണുകയാണല്ലോ, തമിഴിലുള്ള പടത്തിലൊക്കെ പുള്ളി ഒരു മലയാളി ആയിട്ട് തന്നെ ആണ് അതിനകത്ത് കാണിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ അവിടെ അല്ല. കാരണം ഞാൻ അവിടെ മലയാളിയേ അല്ല.
നിങ്ങളെ മലയാളി അവിടെ പല ആൾക്കാർക്കും ഞാൻ മലയാളിയാണെന്ന് തന്നെ അറിയില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ ഞാൻ റെസ്ട്രിക്റ്റഡ് ആയി പോകും. പിന്നെ എനിക്ക് മലയാളി ആക്ടേഴ്സ് മാത്രം ഉണ്ടെങ്കിലേ തെലുങ്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇപ്പൊ അവിടെ ഞാൻ ആദിയാണ്, പൈഡിത്തല്ലിയാണ്, ഞാൻ അങ്ങനെ പല 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 കഥാപാത്രങ്ങളാണ്. ആൻഡ് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കുറച്ചൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ എൻ്റെ ലുക്സ് അതിനനുസരിച്ച് മാറുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്കിപ്പോഴും പൂർണ്ണമായിട്ട് അങ്ങനെ പിടികിട്ടിട്ടൊന്നുമില്ല. കാരണം എൻ്റെ അടുത്ത് പല ആൾക്കാരും ചില തെലുങ്കന്മാരൊക്കെ വന്നിട്ട് ആദി എണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട്, ആദി എന്നാണ് ഞാൻ മംഗാരാജിൽ ചെയ്ത ക്യാരക്ടർ പേര്, വന്ന് പരിചയപ്പെടുമ്പോഴാണ് ഇവർക്ക് മലയാളിയാണ്, ഞാൻ കിടന്ന് ബബ്ബ അടിക്കുമ്പോഴാണ് ഇവര് തെലുങ്ക് അല്ലല്ലേ എന്നൊക്കെ മനസ്സിലാക്കുന്ന. ഇല്ല അങ്ങനത്തെ കുറച്ച് എനിക്ക് ഏറ്റവും രസമായി തോന്നിയതാ, ഞാൻ കഴിഞ്ഞ ദിവസം ശബരിമലയ്ക്ക് പോകുമ്പോഴേ കുറേ തെലുങ്കന്മാരെ ഐഡന്റിഫൈ ചെയ്തപ്പോൾ എൻ്റെ കൂടെ വന്നാൾ പറയാം ഇത് വർക്കൗണ്ട്. അപ്പോൾ കാരണം നമ്മൾ ആ രൂപത്തിൽ ആ വേഷത്തിൽ നമ്മളെ ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു സുഖമുള്ള പരിപാടിയാണ്. കാരണം ഒന്നാമത് കെട്ടിപ്പൂട്ടിയിട്ടല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഇത് വർക്കാവുന്നുണ്ട്, അവിടെയുള്ള ആൾക്കാർ ഇതിന് തിരിച്ചറിയുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇപ്പൊ കഴിഞ്ഞ അപ്പൊ ആ രീതിയിൽ പക്ഷെ അവര് വന്ന് ആദ്യം തെലുങ്കാ സംസാരിക്കുന്നത്. അവരുടെ വിചാരം നമുക്ക് മലയാളം തെലുങ്ക് അറിയാമെന്നാണ്, അടുപ്പാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സിനിമ ഇതിലേക്ക് വന്നു. പിന്നെ അതിനിടയ്ക്ക് പിന്നെ സംവിധാനം പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ബേസിക്കലി ആഡ്സ് ആണ് സംവിധാനം ചെയ്യുന്നത്. എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോവിഡിന് മുമ്പേ ഞാൻ ആഡ്സ് ഡയറക്റ്റ് ചെയ്തിരുന്നു. ഞാൻ അഭിനയിക്കാത്ത ആഡുകളായിരുന്നു ഡയറക്റ്റ് ചെയ്തിരുന്നത്. അതെനിക്ക് അതിനോടുള്ള താല്പര്യം കൊണ്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് അന്ന് അത്ര പബ്ലിസിറ്റി കൊടുത്തിരുന്നില്ല. ഞാൻ 2018, 2019 വളരെ സജീവമായിട്ട് വലിയ വലിയ ആഡ്സ് പലപ്പോഴും അത് ഏഷ്യാനെറ്റിലൊക്കെ നല്ല റിലീസ് ഉണ്ടായിരുന്നു ആഡ്സ്. അപ്പോൾ ആഡ്സ് കാണുമ്പോൾ ചില ആൾക്കാരൊക്കെ ജി പി ആണത് ചെയ്ത് എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ റീപോസിൻ്റെ ഒരു ബെഡിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ ഗണ്ണൊക്കെ കൊടുത്തിട്ട് ബേസിക് ആയിട്ട് എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്താ വെച്ചാൽ ഒരാൾ കിടന്ന് ഓടുകയാണ്, കുറേ ആൾക്കാർ ഗാങ്സ്റ്റേഴ്സ് അയാളെ ചേസ് ചെയ്യാണ്. അവസാനം അവർ കൊണ്ടുവന്ന് നിൽക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഈ ഗണ്ണിൻ്റെ മേലെ സാലറി, ഡെഡ് ലൈൻ, വർക്ക് പ്രഷർ, ടാർഗറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഫുൾ ഓരോ ഗണ്ണിൻ്റെ മേലെ ഓരോ സംഭവമാണ്. ഇതെല്ലാം കൂടെ അയാളെ ഷൂട്ട് ചെയ്യാണ്. അയാൾ നേരെ ബെഡിലേക്ക് വീഴുക. അപ്പോൾ ബെഡിന് അപ്പോൾ ഇതെല്ലാം അപ്രത്യക്ഷമാണ്. അപ്പോൾ ബെഡിൻ്റെ പരസ്യമായിരുന്നു റിപ്പോസ് സ്പ്രിംഗ് മാട്രസ് എന്ന് പറഞ്ഞിട്ട്. അത് ഏഷ്യാനെറ്റിലൊക്കെ അത്യാവശ്യം നല്ല റിലീസ് ഉണ്ടായിരുന്നു. റിപ്പോസ് പൊതുവേ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസിൻ്റെ ഇതിൻ്റെയൊക്കെ ഇടയിൽ നന്നായിട്ട് ഹെവി ആയിട്ട് അഡ്വർടൈസ് ചെയ്യുന്ന ടീമാണ്. പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ഒരു 25 ഇയേഴ്സിൻ്റെ ഒരു പ്രൊമോ ഞാൻ ഡയറക്റ്റ് ചെയ്തിരുന്നു. അത് ഞാനും എൻ്റെ ഒരു കസിൻ അരവിന്ദും കൂടിയിട്ടാണ്, രണ്ടുപേരും കൂടിയിട്ടാണ് അത് ചെയ്തിരുന്നത്. അത് കമൽഹാസൻ സാറും ലാലേട്ടനും മമ്മൂക്കയും കൂടിയിട്ടാണ് ലോഞ്ച് ചെയ്തത്. കാരണം 25 കൊല്ലത്തെ അതിൻ്റെ മ്യൂസിക്കൊക്കെ നമ്മൾ ഗോപി ചേട്ടനെ കൊണ്ടൊക്കെയാണ് ചെയ്യിപ്പിച്ചത്. കുറേ കാലം അതായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ ട്യൂൺ എന്ന് പറഞ്ഞ് സമഗണന. അത് ഞങ്ങളായിട്ട് ഗോപി ചേട്ടനെ കൊണ്ട് കമ്പോസ് ചെയ്യിപ്പിച്ച മ്യൂസിക് ആയിരുന്നു. അപ്പോൾ ആ പ്രൊമോൻ്റെ മ്യൂസിക് ഇഷ്ടപ്പെട്ടിട്ട് അവർ ആ ബിറ്റ് എടുത്തിട്ട് ആ ഒരു സ്പേസ് എടുത്തിട്ട് ഏഷ്യാനെറ്റിൻ്റെ ലോഗോയിൽ വരെ അവർ യൂസ് ചെയ്തു. അത് കുറച്ച് കാലം അവർ യൂസ് ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തു പോയിരുന്നു. ഞാൻ ഈ 2020 അലവൈകുണ്ഠപുരമലും ലോക്ക്ഡൗൺ ഒക്കെ കൂടി വന്നപ്പോഴാണ് അഡ്വർടൈസിങ് ഈ സംവിധാനം നിർത്തിയത്. അതിനുള്ള മെയിൻ കാരണം രണ്ടെണ്ണമായിരുന്നു. ഒന്ന്, തെലുങ്ക് സിനിമകൾ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമായിരുന്നു. രണ്ട്, എനിക്ക് ഈ സംവിധാനം ചെയ്യണമെങ്കിൽ നമ്മളൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടേ പ്രസൻറ്റ് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്തിട്ട് വേണം ഈ വർക്ക് എടുക്കാൻ. ഇപ്പോൾ ഈ പറയുന്ന പോലെ 2 months എങ്കിലും ഇപ്പം അഭിനയിച്ചു പോകാൻ എനിക്കൊരു ദിവസം മതി. നേരെ പോകുന്നു, രാവിലെ പോകുന്നു, മേക്കപ്പ് ചെയ്യുന്നു, അഭിനയിക്കുന്നു, വൈകുന്നേരം പോകുന്നു, തിരിച്ചു വരുന്നു, കാശ് കയ്യിൽ വാങ്ങുന്നു. പക്ഷേ ഇത് നമ്മൾ ഡയറക്റ്റ് ചെയ്യും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു 1.5 months ഇതിൻ്റെ പിന്നാലെ നമ്മൾ ഓടണം. ഫ്രം സ്ക്രിപ്റ്റിംഗ് ടു എവ്രിതിങ് ടു പോസ്റ്റ് പ്രൊഡക്ഷൻ ടു ക്ലയൻറ്റിനെ കൺവിൻസിങ്, ചേഞ്ചിങ്, വ്യത്യാസങ്ങൾ, പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇത് ക്ലയൻറ്റിൻ്റെ കൈ കൊടുത്ത് കാശ് കിട്ടുമ്പോഴേക്കും 2 മാസം 3 മാസം എടുക്കും. പക്ഷേ വലിയ എമൗണ്ടാണ് കിട്ടുക. അപ്പോൾ ഇത്രയും ടൈം എനിക്കില്ലാതെ. കാരണം 2020 കഴിഞ്ഞപ്പോഴേക്കും തെലുങ്ക് ഓപ്പണായി, യൂട്യൂബ് ചാനൽ ഓപ്പണായി, മറ്റേത് ഓപ്പണായി, കുറച്ച് അപ്പോൾ തന്നെ മൈ ബാസ്ക്കറ്റ് വാസ് ഫുൾ. കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ സംവിധാനം നിർത്തി എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അഡ്വർടൈസിങ് ഇൻഡസ്ട്രി ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയത്. റീൽ അഡ്വർടൈസിങ് എന്ന് പറഞ്ഞൊരു പരിപാടി കയറി തുടങ്ങിയത്. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ പരിപാടികൾ വന്നു തുടങ്ങി. അപ്പോൾ നമ്മുടെ സ്പേസാണ്. നമ്മൾ പണ്ട് 3 കൊല്ലം മുമ്പ് ചെയ്തിരുന്ന സാധനമാണ് ഈ സ്ക്രിപ്റ്റ് എഴുതലും ഷൂട്ട് ചെയ്യലും. അതിൻ്റെക്കാൾ വളരെ ലൈറ്റർ വേർഷനാണ് റീൽ മേക്കിംഗ്. അപ്പോൾ റീലിൽ കോൺസെപ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള പരിപാടിയായി തുടങ്ങി. ഇപ്പോൾ പലപ്പോഴും പല സെലിബ്രിറ്റീസിനും എങ്ങനെ വെച്ചാൽ ക്ലയൻറ്റ് കോൺസെപ്റ്റ് കൊടുക്കുകയോ വേറൊരു പ്രൊഡക്ഷൻ ഹൗസ് വന്ന് ഷൂട്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇത് നമ്മൾ തന്നെ ചെയ്യും. കാരണം നമുക്ക് ഇതിലും വലിയ പാരഫർണിയലിയിൽ 100 ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിരുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതൊരു 10 ആൾക്കാരെ വെച്ചോ 5 ആൾക്കാരെ വെച്ചോ റീൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈസി ആയി തുടങ്ങി. ആൻഡ് മോർ ഓവർ ഇപ്പോൾ യൂട്യൂബൊക്കെ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ സംവിധാനത്തിനോടുള്ള താല്പര്യം കൊണ്ടാണ്. ഒരു കോണ്ടന്റ് എടുക്കുക, അത് എഡിറ്റ് ചെയ്യുക, അത് പ്രസൻറ്റ് ചെയ്യുക. എൻ്റെ പൊതുവേ ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളിൽ പോലും ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടാവും. ഈ ഇരുന്ന് സംസാരിക്കുന്ന അതേ എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്കിത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. ആ സ്റ്റോറി ടെല്ലിങ്ങിൽ
അഡിക്ഷനായി തുടങ്ങി. അപ്പോൾ അങ്ങനെയാണിത് വന്നത്. സോ ദെൻ അഗെയിൻ പിന്നെ എന്ത് പറ്റിച്ചാൽ ഗോപിയും കൂടി വന്നോട് കൂടിയിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് ബ്രാൻഡ് അനൗൺസ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും ഞങ്ങൾ ചെയ്യുന്ന TVC ഡയറക്റ്റ് ചെയ്ത് തുടങ്ങി. നമ്മൾ ചെയ്യുന്ന TVCs നമ്മൾ തന്നെയാണ് കോൺസെപ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഗോപിക ഇതിനു മുമ്പ് അധികം ആഡ്സ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഗോപിക ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു ആഡിൻ്റെ മീറ്ററും കംഫർട്ട് സോണൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആളെ കംഫർട്ട് ആക്കാവുന്ന രീതിയിലുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ ആദ്യം തുടങ്ങി. ഇപ്പോൾ ആൾ പ്രോ ആണ്, നമ്മളെക്കാൾ നന്നായി ചെയ്യും. ബട്ട് അങ്ങനെയൊക്കെ വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയത് അങ്ങനെയാണ്. ഓക്കെ, ശരിക്കും ഞാൻ ഒരു കാര്യം ചോദിക്കണം. നിങ്ങൾ ഇത്രയും തിരക്കാണല്ലോ, എപ്പോൾ നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഒന്നുകിൽ സിനിമ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇപ്പം ഷോ ചെയ്യുന്നില്ലല്ലോ അല്ലേ? ഷോ ചെയ്യുന്നില്ല. ഞാൻ സൈമയും മഴവിൽ അവാർഡ്സും എൻ്റെ ഒരു സമാധാനത്തിനിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ടുള്ളൊരു പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതിൽ ഞങ്ങൾ ഉപയോഗിച്ച ഒരു നിങ്ങളുടെ ഫാമിലി ഒരു ടൈം മാത്രമല്ല, മൊത്തത്തിൽ യു നീഡ് യുവർ ഓൺ ടൈം. ഡെഫിനറ്റ്ലി അത് വലിയൊരു ഈശ്വരാനുഗ്രഹം ഞങ്ങൾ കണ്ടെത്തിയ ഒരു വഴിയും കൂടി വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ. വെറുതെ ഇരിക്കാറുണ്ടോ? ഇല്ല, വെറുതെ ഇരിക്കാറില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ വൈഫും അഭിനയിക്കുവാണല്ലോ, അപ്പോൾ ഗോപികയുടെ ടൈമും നിങ്ങളുടെ ടൈമും മാച്ച് ആവാറുണ്ടോ? ബേസിക് അതാ ഞാൻ പറഞ്ഞു വന്നത്. അതൊരു വലിയ ഈശ്വരാനുഗ്രഹമാണ്. അത് എങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കല്യാണം കഴിയുന്നതിന് ആ മാസം ജാനുവരി 28 ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. ജാനുവരി 18 സാന്ത്വനത്തിൻ്റെ സീരിയൽ ഷൂട്ട് തീരുന്നത്. അതൊരിക്കലും പ്രീ പ്ലാൻഡ് ആയിട്ടില്ല. കല്യാണം ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത്. അതിൻ്റെ സംവിധായകൻ അപ്രതീക്ഷിതമായിട്ട് മരിച്ചു പോവുകയും ഇവർക്കിത് വൈൻഡപ്പ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരവസ്ഥ വരികയും ചെയ്തപ്പോൾ ജാനുവരി 27 അതിൻ്റെ ഫൈനൽ ടെലികാസ്റ്റ് സംഭവിക്കുന്നത്. അപ്പോൾ ഉള്ളപ്പോൾ ഉണ്ടായിരുന്ന ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 മുതൽ 22 വരെ ഷൂട്ടാണ്. പിന്നെ ഒരു 8 ദിവസമേ ഉള്ളൂ. ഈ 8 ദിവസത്തിൽ തിരിച്ചുള്ള ഈ ഷെഡ്യൂളിന് പാക്ക് ചെയ്യാനും മറ്റു കാര്യങ്ങൾ സോഴ്സ് ചെയ്യാനും 2 ഇനോഗ്രേഷൻ വന്ന് അത് അറ്റൻഡ് ചെയ്യാനും മാത്രം ഉണ്ടായിരുന്ന ഒരു ഷെഡ്യൂളായിരുന്നു ഗോപികയുടെ. എൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തെലുങ്ക് സിനിമയായിരുന്നു. തെലുങ്ക് സിനിമകൾ അല്ലെങ്കിൽ തമിഴ് വെബ് സീരീസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളാണ്. അപ്പം നമ്മളുടെ ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മാസത്തിലൊരു 10 ദിവസം ഷൂട്ടുണ്ടാവും, പിന്നെ വെറുതെ ഇരിക്കും, പിന്നെ 2 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ഷൂട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് വേറെ എന്തെങ്കിലും പരിപാടികൾ ചെയ്യും. നമ്മൾ യൂട്യൂബ് ചെയ്യും, നമ്മൾ യൂട്യൂബിൻ്റെ അകത്ത് പരിപാടികൾ അല്ലെങ്കിൽ ആഡ്സ് ചെയ്യും. ആഡ്സ് ഞാൻ അന്നും വളരെ സജീവമായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള 2 രീതികളായിരുന്നു 2 പരിപാടി. അപ്പോൾ എൻ്റെ വ്യത്യാസം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ആവശ്യത്തിന് കാര്യങ്ങൾ മാറ്റണം. ഞാൻ കല്യാണത്തിൻ്റെ മുമ്പ് വെബ് സീരീസ് ഉണ്ടായിരുന്ന 2 ഞാൻ മാറ്റി. എനിക്ക് കല്യാണത്തിൽ കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. ബിക്കോസ് ഐ വാണ്ടഡ് ടു ഹോസ്റ്റ് ഇറ്റ് ആസ് എൻ ഇവൻറ്റ്. ഞാനതൊരു പ്രോപ്പർ ഇവൻറ്റ് പോലെ അത് യൂട്യൂബിലും എല്ലാം, കാരണം അതൊരു മെമ്മറിയാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാം, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൽബം കിട്ടില്ല, മറ്റേ വീഡിയോ കിട്ടില്ല, ഒരു പരിപാടിയും കിട്ടില്ല. അപ്പോൾ ലൈവായിരുന്നു എന്ന് മാത്രമല്ല, ബാക്കിയെല്ലാം ഞങ്ങൾ ബിഗ് ബോസ് പോകുന്ന പോലെ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൽദി വൈകുന്നേരം എഡിറ്റ് ചെയ്യും, അന്ന് രാത്രി ഹൽദി കയറും. ഹൽദി 6 to 9 ഹൽദി. എന്റെ കല്യാണം വെച്ച് ഞാൻ മാർക്കറ്റ് ചെയ്യാം. I was very interested about that content creation. 6 to 8 ഉള്ളിൽ ഹൽദി നമ്മൾ കണ്ടക്ട് ചെയ്ത് 9 മണിക്ക് എഡിറ്റിംഗ് തുടങ്ങി, 11 മണിക്ക് ഹൽദിയുടെ വീഡിയോ കയറി. അതിൻ്റെ ഇടയിൽ അതിൻ്റെ നരേഷൻ അത് ആര് ചെയ്യണം, ഞാനൊന്നും ഉണ്ടാവില്ല. എഡിറ്റിയമ്മയുടെ അടുത്ത് പോയിട്ട് ഇതൊക്കെയാണ് പറയേണ്ടത്, അപ്പം ഇത് നിങ്ങളാണ് ചെയ്യേണ്ടത്, ഇത് ഓരോന്നിനും ഓരോ ആൾക്കാരെ ഇതാക്കിയിട്ട് ഞാൻ ഫുൾ എഡിറ്റ് ലിസ്റ്റ് വരെ കൊടുത്തിരുന്നു. ഇതാണ് ഹൽദിയുടെ വീഡിയോ ഓർഡർ, ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ കണ്ടന്റ്, ഇതായിരിക്കും എൻ്റെ കൾമിനേഷൻ. എന്നിട്ട് രാത്രി 10 മണിക്ക് ഈ ഹൽദി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഐനൂൺ ഫംഗ്ഷൻ ഉണ്ട്, വൈകുന്നേരം സംഗീതം ഉണ്ട്, അത് കഴിഞ്ഞ് താലികെട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ 9-10 മണിക്ക് ഞാൻ പോയിട്ട് ഈ എഡിറ്റ് കാണും. കാരണം എന്താ വെച്ചാൽ സെലിബ്രിറ്റി ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. സോ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് ഷുവർ ദാറ്റ് അവർക്ക്, കാരണം എൻ്റെ യൂട്യൂബ് കണ്ടന്റിൽ എപ്പോഴും ഭയങ്കര സെലിബ്രിറ്റി കോണ്ടന്റുകൾ, ഫ്രണ്ട്സ് കോണ്ടന്റുകൾ, അല്ലെങ്കിൽ കിട്ടാത്ത വാമത്തോടു കൂടി പോയിരുന്നു ഞങ്ങളുടെ യാത്രകൾ. അപ്പോൾ ദേ ആർ വെരി കംഫർട്ടബിൾ വെൻ ഇറ്റ് കംസ് ടു മീ. കാരണം അത് അവൻ നോക്കിക്കോളും എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടെ എൻ്റെ തലയിലുണ്ട്. അതുകൊണ്ട് അവർ ബോധേഡായിരുന്നില്ല. അവർക്ക് പ്രശ്നം വരുന്ന ഒരു സാധനം എൻ്റെ യൂട്യൂബിൽ നിന്ന് പുറത്തു പോകരുത് എന്നുള്ളതുകൊണ്ട് ആ റെസ്പോൺസിബിലിറ്റി വയ്ക്കണം. അപ്പം 9-10 മണിക്ക് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇത്രയും ആൾക്കാരും ഗസ്റ്റും ഒക്കെ ഉള്ളപ്പോഴും ഞാൻ പോയിട്ട് എഡിറ്റ്യൂട്ടിൽ ഇരുന്നിട്ട് ഇതിരുന്ന് കാണും. ഇഷ്യൂസ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തും. അന്ന് വൈകുന്നേരം നമ്മളിത് അപ്പ് ചെയ്യും. പിറ്റേ ദിവസം രാവിലെ അതിനും ഉച്ചയ്ക്ക് അപ്പ് ചെയ്യും. വൈകുന്നേരത്തെ സംഗീതം പിറ്റേ ദിവസം രാവിലെ അപ്പ് ചെയ്യും. താലികെട്ട് പുലർച്ചെ 6 മണിക്ക് 8 മണിക്ക് താലികെട്ടിൻ്റെ വീഡിയോ അപ്പ് ചെയ്തു. കല്യാണം പിന്നെ ഞാൻ ഫുൾ ടൈം അതിനകത്താണെന്നുള്ളതുകൊണ്ട് ലൈവ് കിട്ടും. അത് എഡിറ്റ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അത് മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സാധനം ലൈവ്. അതെ, ഞങ്ങൾ ആക്ച്വലി ആ ഒരു നിങ്ങളുടെ താലികെട്ടിന്റെ വീഡിയോ, നിങ്ങൾ താലികെട്ടുന്ന ഇന്ത്യൻ ഈ എന്താ പറയാ, ഈ വീഡിയോസ് എടുക്കുന്ന പിള്ളമാരില്ലേ, ഈ പിള്ളേർ സെറ്റ്, അവര് വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ചാനലിൽ വീഡിയോ വന്നു. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന പിള്ളേർ സെറ്റ് ഉണ്ടല്ലോ, അതെന്തായിരുന്നു വെച്ചാൽ അതും ഞാൻ ഒരു പ്ലാൻഡ് പരിപാടിയായിരുന്നു. കാരണം ബിക്കോസ്
അതിനു മുമ്പ് എന്താണെന്നറിയോ, കുറേ ഒന്നാമതെന്താ വെച്ചാൽ എൻ്റെ ഈ കല്യാണം എന്ന് പറയുന്നത് ഒരുപാട് കണ്ടന്റ് ആയിട്ടുള്ള പരിപാടിയാണ്. ഞാൻ കുറേ ആക്ടേഴ്സിൻ്റെ കൂടെ അതിന് മുമ്പ് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു റിയാലിറ്റി ഷോയിൽ മാലിട്ട് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം കഴിയും, ഒരു വെഡ്ഡിങ് അറ്റയറിൻ്റെ പരസ്യം ചെയ്താൽ കല്യാണം കഴിയും, ഒരു ക്യാമറയുടെ പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ കല്യാണം കഴിയും. അപ്പം ഇതിങ്ങനെ പല 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 തവണയായിട്ട് സോഷ്യൽ മീഡിയ ആഘോഷിച്ചുള്ള ഒരു പരിപാടി. സോ ഒറിജിനൽ കല്യാണം ആകുമ്പോൾ അതിനൊരു ഗ്രേസ് ആൻഡ് എലഗൻസ് ഉണ്ട്, അതിനകത്തൊരു പവിത്രത ഉണ്ട്. അപ്പോൾ അത് എനിക്ക് പറയാനുള്ളത് ആദ്യം പോയിട്ട് വേണം ബാക്കി സ്ഥലത്തേക്ക് പോകാൻ എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ എൻഗേജ്മെൻറ്റ് രാവിലെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്ക് 12:30 ഞാനും ഗോപികയും 2 ഫാമിലിയും എല്ലാവരും കൂടി നിൽക്കുന്ന ഫോട്ടോയിലൂടെയാണ് ആദ്യം ലോകം അറിയുന്നത് ഞങ്ങളുടെ എൻഗേജ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകും. സോ ഐ വാസ് വെരി ക്ലിയർ ദാറ്റ് അതിന് മുമ്പ് ഒരു സോഷ്യൽ മീഡിയയിലും അതിനുള്ള ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സ് സഹകരിച്ചു. കാരണം 200-210 പേര് അറ്റൻഡ് ചെയ്ത ഫംഗ്ഷൻ. എൻ്റെ അടുത്ത് മനോരമയെന്ന് വിളിച്ച് ചോദിച്ചതാ, നിങ്ങൾ പോട്ടെ ഈ 200 റിലേറ്റീവ്സ് എങ്ങനെ ഇത് സൈലൻ്റ് ആക്കി വെച്ചു, ഞങ്ങളെ പോലെ മീഡിയ അറിയാതെ. സോ ഐ വാണ്ടഡ് ടു അനൗൺസ് ഇറ്റ്. കാരണം നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, നമ്മുടെ കല്യാണം നമ്മളല്ലേ അനൗൺസ് ചെയ്യേണ്ടത്. അവിടുന്ന് മുതൽ തുടങ്ങിയ പരിപാടിയാണ്. അതുകൊണ്ട് ഹൽദിക്ക് ഒരു സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല, അതിനൂന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല. കാരണം ഇവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇത് എവിടെ വെച്ചാൽ ഉണ്ടാവുന്നത്. സംഗീതം ആയപ്പോഴേക്കും ഇവരത് അന്വേഷിച്ച് കണ്ടെത്തി. കാരണം സംഗീതിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ഇത് എവിടെയാണ് നടക്കുന്നത്, നമുക്ക് പിന്നെ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സംഗീതം ആകുമ്പോഴേക്കും ആൾക്കാർ കയറി. പക്ഷേ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ പരിപാടി കഴിഞ്ഞ് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളുടെ വന്നിട്ടാണ് ബാക്കി ആൾക്കാരിലേക്ക് ഇവർ ചെയ്യുന്ന പരിപാടി തന്നെയല്ല. അത് ആകെ വ്യത്യാസം എന്താ വെച്ചാൽ ഇവർക്ക് എഡിറ്റ് ചെയ്യുന്നും വേണ്ട, ഇവർ വെറുതെ ഇങ്ങനെ ഒരു മിനിറ്റ് പിടിച്ചിട്ട് നേരെ അപ്ലോഡ് ചെയ്താൽ മതി. ഞാൻ കുത്തിരുന്ന് എഡിറ്റ് ചെയ്യണം 10 സെക്കൻഡ് 30 സെക്കൻഡ്. പക്ഷെ നമുക്ക് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഞാനൊരു 200 യൂട്യൂബ് വീഡിയോ ചെയ്തുള്ള മനുഷ്യനാണല്ലോ. അപ്പോൾ ആ എക്സ്പീരിയൻസ് എനിക്ക് എവിടെയെങ്കിലും ഉപയോഗപ്പെടണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ രീതിയിൽ തന്നെയായിരുന്നു. കല്യാണത്തിന് വേണ്ടി എനിക്ക് ഉറപ്പായിരുന്നു ഇതെൻ്റെ കയ്യിൽ നിൽക്കില്ല, കാരണം അത് എഡിറ്റ് ചെയ്യാൻ ഒന്നും വഴിയില്ല. പിന്നെ കല്യാണത്തിന് ഞാൻ ഒഫീഷ്യലി മീഡിയനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. കാരണം ബാക്കി സ്ഥലങ്ങളിൽ മീഡിയ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ മീഡിയ ആയിട്ട് അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ല, ഒരു പരിധി വരെ അവർ വേണം ഡെഫിനറ്റ്ലി. എനിക്ക് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മറ്റേതിന് മീഡിയനെ ഇൻവൈറ്റ് ചെയ്യാത്തതിനുള്ള കാരണം എന്താ വെച്ചാൽ ഓൾറെഡി എൻ്റെ റിലേറ്റീവ്സ് ഭയങ്കര ഇൻഹിബിഷനിലാണ്. കാരണം ഒരുപാട് സെലിബ്രിറ്റീസ്, ഒരു 10, 20, 25 സെലിബ്രിറ്റീസ് താമസിച്ച് അതിൻ്റെ ഉള്ളിൽ. സെലിബ്രിറ്റീസും ഭയങ്കര കാരണം ഒരുപാട് റിലേറ്റീവ്സ്. പ്രശ്നം എന്നറിയോ, റിലേറ്റീവ്സിന്റെ ഈഗോ ഹേർട്ട് ചെയ്യും. കാരണം അവര് സെലിബ്രിറ്റീസിനെ മാത്രമേ മൈൻഡ് ചെയ്യുള്ളൂ, കൂടുതൽ എന്തായിരുന്നു പേടിയായിരുന്നു രണ്ടുപേർക്കും. ഇവര് രണ്ടുപേരും എനിക്ക് ഭയങ്കര ഡിയർ ആയതുകൊണ്ട് ഇവരുടെ വോയിസിങ് എനിക്ക് മനസ്സിലാവുന്നത്. സെലിബ്രിറ്റി അതും ഇവർ പെർഫോം ചെയ്യുക, റിലേറ്റീവ്സ് പെർഫോം ചെയ്യുക. അപ്പൊ റിലേറ്റീവ്സ് പറയുന്നത് ദൈവമേ ഇവിടെ മിയ, ദിവ്യാപിള്ള, അഞ്ജു കുര്യൻ, കുക്കു, D4 ഡാൻസ് ഗ്യാങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫുൾ ടീമുള്ള സ്ഥലത്ത് ഞങ്ങൾ വന്ന് എന്ത് ഡാൻസ് ചെയ്യാനാ, നമുക്ക് ഡാൻസും അറിയില്ല. ഇത് ഇപ്പുറത്തോ ഈ അഞ്ജുക്കുര്യനും മിയൊക്കെ ദൈവമേ ഇവരുടെയൊക്കെ മുമ്പിൽ ഞങ്ങൾ സ്റ്റെപ്പ് തെറ്റിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും. രണ്ടുപേരും ഒരേപോലെ അവർക്ക് ഇവര് സെലിബ്രിറ്റീസ് ആയിരുന്നു കൂടുതൽ പ്രശ്നത്തിൽ. കാരണം എന്താ വെച്ചാൽ അയ്യോ റിലേറ്റീവ്സ് ഒക്കെ ഇത്രയും നന്നായി കളിക്കുന്നു, ഞങ്ങൾ സ്റ്റെപ്പ് പഠിച്ചിട്ട് പോലുമില്ല, ഞങ്ങളിത് വളരെ കാഷ്വലായിട്ട് എടുത്ത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സ്പേസ് എങ്കിൽ. പക്ഷേ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ പറയുക, കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ റിലേറ്റീവ്സ്, സെലിബ്രിറ്റീസ്, ഫ്രണ്ട്സ് ഒന്നുമില്ല, എല്ലാം കൂടെ ഒരൊറ്റ യൂണിറ്റായി. ലൈക്ക് ദേ ഓൾ ജെൽ സോ വെൽ. അതിനുള്ള കാരണം എന്താ വെച്ചാൽ പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ഉണ്ടായിരുന്നില്ല. ദേ വെർ നോ വൺ സ്റ്റാൻഡിങ് വിത്ത് എ ക്യാമറ. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു ഫംഗ്ഷൻ അത്രയും കാലമായിട്ട് ഞാൻ ഒന്നാമത് കുറച്ച് ലേറ്റായിട്ടാണ് കല്യാണം കഴിക്കുന്നത്. എല്ലാവരും എന്താ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിച്ചാൽ. അപ്പോൾ ഐ വാണ്ടഡ് ടു ഗിഫ്റ്റ് ദാറ്റ് ടു മൈ റിലേറ്റീവ്സ് ആൻഡ് പേരൻസ്. ആ ഒരു മുഹൂർത്തം അവർക്ക് എല്ലാവരും പ്രായമായിട്ടുള്ള 10-60 വയസ്സായിട്ടുള്ള ആൾക്കാർ വരെ ഡാൻസ് ചെയ്യാൻ, അച്ഛൻ വരെ ഡാൻസ് ചെയ്തു. അപ്പോൾ അത്രയും ആൾക്കാർ വരെ ഇതിൻ്റെ ഭാഗമാവാൻ തയ്യാറായിട്ടിരിക്കുമ്പോൾ അവർക്ക് ആ പ്രൈവസി കൊടുക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. എന്നാൽ മീഡിയ എന്ന് പറയുന്നത് എൻ്റെ എല്ലാമാണ്, എന്നെ എല്ലാം ആക്കിയിട്ടുള്ള മീഡിയയാണ്. ഞാനും മീഡിയയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, കാരണം അവരെപ്പോഴും പറയുന്നത് ചേട്ടാ വേറെ ഒരാളെ ഇൻ്റർവ്യൂ വിളിച്ച് അത്രയും സംസാരിക്കില്ല, വേറെ ഒരാളും വിളിച്ചാൽ അങ്ങനെ ഓടി വരില്ല. അപ്പോൾ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് കല്യാണത്തിന് അന്ന് ഞാൻ എല്ലാവരെയും ക്ഷണിച്ചു, നിങ്ങൾ വരണം, എൻ്റെ കല്യാണമാണ്. എന്നിട്ട് അവർക്കൊരു സ്പേസിങ് തന്നെ കൊടുത്തു. ഈ സെലിബ്രിറ്റീസ് വരുന്ന ഒരു എൻട്രി സെപ്പറേറ്റ് ആയി കൊടുത്തിട്ട് അവിടെ ഫുൾ മീഡിയ 100-120 മീഡിയനെ ഞാൻ പാർക്ക് ചെയ്ത് നിങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഭാഗമാവണം. പക്ഷേ റിലേറ്റീവ്സിനെ ഇതാക്കണം, നിങ്ങൾക്ക് സെലിബ്രിറ്റീസിനല്ലേ വേണ്ടത്. സോ ഈ നിങ്ങളിലൂടെയാണ് അവർ എൻട്രി ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സെറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ലൈവ് പോയി. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഇനി എഡിറ്റ് ചെയ്യാനോ പിടിക്കാനോ ഒന്നുമില്ല, കാരണം എല്ലാം കാണണം എന്നുള്ള ആൾക്കാർക്ക് ലൈവായിട്ട്. സോ ദാറ്റ് വാസ് എൻ ഇവന്റ്. ഞാനൊരു ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് ഹോസ്റ്റ് ചെയ്യുന്ന പോലെ പരിപാടി കൊണ്ട് നടന്നൊരു പരിപാടി. അത് ഫുൾ 1-to-1 ഞാൻ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് മുതൽ അനൗൺസ്മെന്റ്, ടൈറ്റിൽ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ എടുക്കുന്നുണ്ട്. G&G സെലിബ്രേഷൻ, ഇതാണ് ഇതിൻ്റെ പേര്. എന്നിട്ട് ഡ്രസ്സ് എടുക്കൽ, മറ്റേതെടുക്കൽ, ഇതെടുക്കൽ, ഇവന്റിന്റെ തുടക്കം, അത് ഓരോ ദിവസത്തെ ഇവന്റ്. ഇറ്റ് വാസ് വെരി വെൽ. ഒരു ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു. ബിക്കോസ് ഐ ലവ് ഡൂയിങ് ഇവന്റ്സ്, ദാറ്റ് ഇസ് വാട്ട് ഐ ഡു.
ആൻഡ് ഞാനൊരു പ്രസൻറ്ററാണ്, ഞാനൊരു വീഡിയോ ക്രിയേറ്ററാണ്. അപ്പോൾ ആൻഡ് അന്ന് എല്ലാവരും ഈ തിരക്കിൽ ഇതൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇന്ന് എല്ലാവരും പറയുന്നത് ഇതെല്ലാം അവിടെ ഉണ്ട്. കാലാകാലം യു ക്യാൻ റീവിസിറ്റ് ബിക്കോസ് ഇറ്റ്സ് ദേർ. ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു കല്യാണ ആൽബം ഇല്ല. 8 കൊല്ലം മുമ്പ് ഞങ്ങളുടെ കല്യാണം ചെയ്യില്ല. നമ്മൾ ഇങ്ങനെ ചെയ്താലേ ഇത് ചെയ്യുള്ളൂ. ഞാനിപ്പോ യാത്രകളാണെങ്കിലും ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് മെമ്മറീസ് ഒക്കെ വ്ളോഗ് ആക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് യാത്ര ചെയ്ത് മൂന്നാർ, ഗോവ, ഞങ്ങളുടെ ആ ഗ്യാങ് ഉണ്ട്, ദിവ്യാപിള്ളയും ജീവിയും എല്ലാവരും കൂടി, അതെന്നും അവിടെ കിടക്കുന്നുണ്ട്. ഇന്ന് എന്താ ചെയ്യുന്നത്, അവരെല്ലാവരും തിരക്കിലാണ്. ഞങ്ങൾക്ക് സമയമില്ല, മീൻസ് ഞങ്ങൾ പോകാൻ നിർത്തിയതൊന്നുമല്ല. അന്ന് കോവിഡ് സമയത്ത് എല്ലാവരും വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഇതെല്ലാം സാധിച്ചു. എപ്പോൾ വിളിച്ചാലും എല്ലാവർക്കും ഫുൾ ഡേറ്റ്സ് അവൈലബിൾ. കാരണം ഒരാൾക്കൊരു പണിയില്ല. ഇന്ന് ദിവ്യാപിള്ള ഈസ് വെരി ബിസി ഡൂയിങ് ഫിലിംസ്, ദിയ ഈസ് ഡൂയിങ് ഫിലിംസ്, പൂജിത ഈസ് ഇൻ ദുബായ്, കുക്കു ദീപ സംടൈംസ് ഇൻ ദുബായ്. അപ്പോൾ എല്ലാവരും കൂടി ഡേറ്റ് ഒത്തു വരുന്ന ഒരു സമയമേ ഇല്ല. ഗോപിക എന്നെ ഏറ്റവും കൂടുതൽ ചീത്ത പറയുന്നത് അതിനാ. പണ്ടൊക്കെ കല്യാണത്തിന് മുമ്പ് ഫുൾ ടൈം ടൂർ പോകലാണല്ലോ, ഇപ്പം ഞാൻ വന്നതിന് ശേഷം ടൂർ പോകുന്നില്ലല്ലോ. ശ്രമിക്കുന്നുണ്ട്, എല്ലാവരും കൂടെ ഒരുമിച്ച് കിട്ടണ്ടേ, അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് കുറേ ആൾക്കാരുടെ കൂടെ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ടൂർ പോകണം. സോ ദോസ് മൊമെന്റ്സ് എവറിത്തിങ് ഈസ് ദേർ. അതായിരുന്നു കല്യാണത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങള് കല്യാണം തൊട്ട് മോന്റെ ഞങ്ങൾ 8 കൊല്ലം മുമ്പാണ്. 8 കൊല്ലം മുമ്പ് പെണ്ണ് കാണല് മാത്രമാണ് ഇടാതിരുന്നത്. ബാക്കിയെല്ലാം ഞങ്ങൾ കല്യാണ ഷോപ്പിംഗ്, എൻഗേജ്മെന്റ് കാണണം എന്നുള്ളവർക്ക് കണ്ടാൽ മതി. പക്ഷെ ഇറ്റ്സ് ദേർ. അത് കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു ഫാമിലി ഉണ്ട്. നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാത്ത നമ്മുടെ ഒരു ഓഡിയൻസ് ഉണ്ട്. അതായത് പണ്ട് എന്താ പറയാ, ശ്വേതാ മേനോന്റെ പ്രസവം എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ കളിയാക്കിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോ പ്രസവ വീഡിയോസ് കാണാൻ ഭയങ്കര ത്രില്ലിരിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. അല്ല, ആളുകൾക്ക് അതിനൊരു വലിയ വ്യൂവർഷിപ്പ് ഉണ്ട്. പിന്നെ വേ ഡു യു വോണ്ട് ടു ഡ്രോ എ ലൈൻ എന്നുള്ളതാണ്. ഇപ്പൊ എനിക്കൊക്കെ എങ്ങനെയാ വെച്ചാൽ, എനിക്കെപ്പോഴും എൻ്റെ യൂട്യൂബ് ചാനൽസിൽ ഐ വിൽ ബി ഡ്രോയിങ് എ ലൈൻ. ലൈക്ക് അത് എത്ര നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നോട്ട് ലൈക്ക് അതർ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് സ്ഥിരം കാണുന്ന ഒരു പാറ്റേൺ അല്ല എൻ്റെ. എനിക്ക് എപ്പോഴും ഒരു ലൈൻ ഉണ്ടാവും. പക്ഷെ ആ ലൈനിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ എപ്പോഴും രസകരമായിട്ടുള്ള കോണ്ടന്റ് പറയും. കല്യാണത്തിന്റെ സമയത്ത് എനിക്ക് ഉറപ്പാണ് ഞാനത് ഇട്ടില്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇടും. ഇതെന്തായാലും എനിക്ക് പ്രൈവറ്റ് ആക്കി വെക്കാൻ പറ്റില്ല. അവിടെ വരുന്ന എൻ്റെ ഫ്രണ്ട്സോ എൻ്റെ റിലേറ്റീവ്സോ ഇടുന്ന സ്റ്റോറികൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതെല്ലാം സോഷ്യൽ മീഡിയയിലും വരും. അത് ഉറപ്പാണ്. അപ്പൊ പിന്നെ എന്തായാലും ഇത് പുറത്തു പോകും. ഇത് പ്രൈവറ്റ് ആക്കി വെക്കാൻ പറ്റില്ല. അപ്പൊ ഇത് എനിക്ക് വേണ്ട രീതിയിൽ പുറത്ത് ദിസ് ഇസ് ഹൗ ഐ വാണ്ട് ടു പ്രസന്റ് മൈ ഇവന്റ്. ഫിലിം അവാർഡ് പോലെ ദിസ് ഇസ് ഹൗ ഐ വാണ്ട് ടു പ്രസന്റ് വൺ ഓഫ് ദ മേജർ മൈൽ സ്റ്റോൺ ഇൻ മൈ ലൈഫ്. ഞാനതൊരു നാഴികക്കല്ലായിട്ട് തന്നെയാണ്. ബിഫോർ മാരേജ്, ആഫ്റ്റർ മാരേജ്, അതൊരു ബ്യൂട്ടിഫുൾ മൈൽ സ്റ്റോൺ ആണ് ലൈഫിൽ. സോ ഐ വാണ്ട് ടു പ്രസന്റ് ഇറ്റ് ദിസ് വേ. അപ്പോൾ ബീയിങ് എ ക്രിയേറ്റർ, ബീയിങ് എ പ്രസന്റർ, ഇഫ് ഐ ഡോണ്ട് ഡു ദിസ്, അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. ഉറപ്പാണ്. GP പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തിലാണ് GP ഏറ്റവും സന്തോഷം കണ്ടെത്തുന്നത്? അഭിനയിക്കുമ്പോഴാണോ, സംവിധാനം ചെയ്യുമ്പോഴാണോ, കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുമ്പോഴാണോ? അത് ഹോണസ്റ്റായിട്ട് പറയണം. നിങ്ങൾക്ക് ഹോസ്റ്റിംഗ് നിങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് അറിയാം. എന്തിലാണ് GP ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത്? ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയാത്ത അവസ്ഥയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഹാപ്പിയാണ്, ഇൻക്ലൂഡിങ് ദിസ് ഇന്റർവ്യൂ. ഞാൻ ഇവിടെ എത്ര മണിക്കാണ് വന്നിരുന്നത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എത്ര നേരം സംസാരിച്ചു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ദിസ് ഇസ് ഹൗ ഐ വർക്ക്. എനിക്ക് അല വൈകുണ്ഠപുരമല്ലോ എന്നുള്ളതോ ഒരു യൂട്യൂബ് വ്ളോഗ് എന്നുള്ളതിൽ തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ ഐം നോട്ട് സെയിങ് ഇറ്റ് ലൈക്ക് ദാറ്റ്. പ്രയോറിറ്റൈസ് ഇപ്പോൾ രണ്ടെണ്ണത്തിൽ ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വൈകുണ്ഠപുരമേ ചെയ്യുള്ളൂ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ചെയ്യുമ്പോൾ ദിസ് ഇസ് മൈ ഇൻവോൾവ്മെന്റ് ലെവൽ. കാരണം ഞാൻ എന്നെ മറക്കും, ഞാൻ ഭക്ഷണം കഴിക്കാൻ മറക്കും, ഞാൻ എൻ്റെ ഉറക്കം മറക്കും, ഞാൻ എല്ലാം മറക്കും. ഇങ്ങനെയുള്ള പരിപാടികളെ ഞാൻ ചെയ്യാറുള്ളൂ. അതാണ് എനിക്ക് ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അതുകൊണ്ടാണ് ഞാൻ മൾട്ടിപ്പിൾ പരിപാടി ചെയ്യുന്നത്. അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് മലയാളത്തിൽ ഞാൻ സിനിമ ചെയ്യാത്തത്. എനിക്ക് മലയാളത്തിൽ സിനിമ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ എന്നെ തന്നെ മറന്ന് പ്രേതമൊക്കെ ചെയ്തപ്പോൾ എൻജോയ് ചെയ്ത പോലെ ചെയ്യുന്ന സിനിമകൾ വരുന്നില്ല. അത് ആ സ്ക്രിപ്റ്റുകൾ എന്നെ തേടി എത്തുന്നില്ല. അപ്പം ചെയ്യുമ്പോൾ പിന്നെ ഇത് ചെയ്യണം, അത് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇതൊരു നിലവാരമില്ലാത്ത സാധനം. പിന്നെ ആ സമയത്ത് ഞാനൊരു വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമുണ്ട്. ആ സമയത്ത് ഞാനൊരു പരസ്യം സംവിധാനം ചെയ്താൽ എനിക്ക് അത്രയും സന്തോഷമുണ്ട്. സോ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അത്ര ഇൻവോൾവ് ആയിട്ടാണ് ചെയ്യുന്നത്. ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സോ മഴവിൽ അവാർഡ്സോ ഞാൻ ഹോസ്റ്റ് ചെയ്യുമ്പോൾ വൈകുന്നേരം 4 മണി മുതൽ പുലർച്ചെ 3 മണി വരെ ഒറ്റയടിക്ക് നിന്നിട്ട് ആ സ്റ്റേജിൽ ഞാനിത് ഹോസ്റ്റ് ചെയ്യുന്നു. ഞാൻ ചിലപ്പോൾ ഡിന്നർ കഴിക്കാറില്ല, വെള്ളം പോലും കുടിക്കാറില്ല, ഉറങ്ങാറില്ല. ബിക്കോസ് ഐ ഡോണ്ട് റിയലൈസ് എനി ഓഫ് ദിസ്. മനസ്സിലായി. നിങ്ങൾക്ക് എവിടുന്ന് ഇത്ര എനർജി എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ബിക്കോസ് ഞാൻ എൻ്റെ ലിമിറ്റേഷൻസ് മറക്കുന്നത് എന്താ വെച്ചാൽ, എനിക്ക് ഈ എനർജി വരാനുള്ള കാരണം ഞാൻ എന്നത് ഞാൻ മറന്നു. ഞാൻ ഗോവിന്ദ് പത്മസൂര്യ എന്നുള്ളത് മറന്നു, ഞാൻ മലയാളി എന്നുള്ളത് മറന്നു, എനിക്ക് ഇതാണ് എൻ്റെ ഫിനാൻഷ്യൽ സോഷ്യൽ സ്റ്റേറ്റസ് എന്നുള്ളത് ഞാൻ മറന്നു. അവിടെ ഞാൻ ഒരു സാധനം മാത്രം ഞാൻ മറന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സിനിമ ഷൂട്ടാണെങ്കിലും
വ്ളോഗാണെങ്കിലും യാത്രയാണെങ്കിലും എല്ലാതും ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? വേറെ എന്തെങ്കിലും ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടോ? കാരണം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സൈഡ് പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. കുറേ പരിപാടികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ആളുകൾക്ക് ഇത് അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. ഞാനൊരു വെൽനസ് പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ആത്മാ വെൽനസ് എന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിൽ തന്നെ ഒരു 6-7 OP ക്ലിനിക്കുകളും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന കുറേ IP ക്ലിനിക്കുകളൊക്കെയുള്ള ഒരു വെൽനസ് സെൻ്ററാണ് ആത്മ. സോ ആത്മയിൽ ബേസിക്കായിട്ട് OP ക്ലിനിക്കുകളിൽ അല്ലെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെയിറ്റ് ലോസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ലൈക്ക് ഈ ഫാറ്റി ലിവർ, PCOD, തൈറോയിഡ് പോലെയുള്ള സംഭവങ്ങളെല്ലാം കൃത്യമായ ഡയറ്റും കൃത്യമായ വർക്കൗട്ടും ഫുഡ് സപ്ലിമെൻസും വെച്ചിട്ട് ക്യൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേച്ചുറോപ്പതിൻ്റെയും ആയുർവേദയുടെയൊക്കെ ഒരു കോമ്പിനേഷനാണത്. അപ്പോൾ വളരെ ജെനുവിൻ ആയിട്ടൊരു സെറ്റ് ഓഫ് ഡോക്ടേഴ്സ്, ഡോക്ടർ അഭിജിത്ത് കർമ്മയാണ് ഇത് ഹെഡ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു സെറ്റ് ഓഫ് ടീം ഇതിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അമേസിങ് റിസൾട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 4ാമത്തെ കൊല്ലമായി. ചുരുക്കി പറഞ്ഞാൽ 4 കൊല്ലം കൊണ്ട് 1 ലക്ഷം കിലോ കുറച്ചു എന്നാണ് പറയുന്നത്. അത്രയും ആൾക്കാർ അത്രയും വെയിറ്റ് കുറയ്ക്കാൻ അത് സഹായിച്ചു. അപ്പോൾ കോട്ടയത്തൊക്കെ ആൾക്കാർ പോയി സ്റ്റേ ചെയ്തിട്ട് 3 ദിവസം 5 ദിവസം 7 ദിവസം ചികിത്സ എടുക്കുന്നുണ്ട്. കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട് പോലെയുള്ള സ്ഥലങ്ങളിലും കൊല്ലത്തൊക്കെ ആളുകൾ പോയി 1 ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ ആയിട്ട് മീൻസ് കിടത്തി ചികിത്സ ഉണ്ടാവില്ലേ, മെസ്സാജസ്, ആയുർവേദ ഓത്തൻറ്റിക് മെസ്സാജസ് എടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ടാണ് ഞാനും ഗോപിക അതിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു പ്രൊജക്റ്റുമായിട്ട് കൂടുതൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റുകളുടെ സ്വഭാവം നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി നമ്മൾ മനസ്സിലാക്കുന്നു, അതിനകത്തുള്ള പാഷൻ നമ്മൾ മനസ്സിലാക്കുന്നു. സ്വാഭാവികമായിട്ടൊരു ബിസിനസ് ആകുമ്പോൾ അതിൻ്റെ റവന്യൂവും അത് എത്രയും നന്നായി പെർഫോം ചെയ്യുന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നു. അതോടുകൂടി നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സോ അപ്പാർട്ട് ഫ്രം ബീങ് ബ്രാൻഡ് അംബാസിഡേഴ്സ്, നമ്മൾ കമ്പനിയുടെ ഭാഗമാണ്, നമ്മൾ കമ്പനിയിലെ ഇൻവെസ്റ്റേഴ്സാണ്. അങ്ങനെ ഒരു പരിപാടിയും ഇതിൻ്റെ പാരലായിട്ട് പോകുന്നുണ്ട്. അഗൈൻ അത് ഒരു ബിസിനസ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഐ ആം എൻ എൻ്റർടൈനർ. ഞാൻ ചെയ്യുന്നത് ഒരു ബേസിക് സാധനമല്ല. ഈ പറയുന്ന ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എന്ന് പറയുന്ന 3 നെസസിറ്റീസിൽ പെടുന്ന ഒരു പരിപാടിയല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് ഹാപ്പിനെസ്, എൻ്റർടൈൻമെൻറ്റ്. കോവിഡ് സമയത്ത് ഞാൻ റിയലൈസ് ചെയ്തൊരു സാധനം എന്ന് പറയുന്നത് ഇപ്പോൾ മെഡിക്കൽ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം. പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആയിരുന്നു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കാരണം ആളുകൾ അവിടെ വീട്ടിൽ ലോക്കായി പോയപ്പോൾ അവർ മാനസിക നില തെറ്റാതെ സൂക്ഷിച്ചത് ഒന്നുകിൽ കുക്കിങ്ങിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ അതുപോലും അല്ല, അപ്പോഴും യൂട്യൂബ് ചാനൽ, സിനിമ, വെബ് സീരീസ് പരിപാടികൾ, ഇതായിരുന്നു ക്രിയേറ്റിവിറ്റി പുറത്തു വന്ന സമയം. എക്സാക്ട്ലി. ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് സ്പേസ് ആണ് ആളുകൾ എക്സ്പ്ലോർ ചെയ്തത്. സോ അന്ന് നമ്മൾ അപ്പോഴാണ് ശരിക്കും അതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നത്. ഞാനൊക്കെ ഒരുപാട് ഹാപ്പിനെസ് പ്രൊജക്റ്റുകളൊക്കെ കൊണ്ടുവന്നൊരു ടൈം കൂടിയായിരുന്നു അത്. സോ അതിലുപരി ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നതും അതിന്റെ പ്രശ്നങ്ങൾ കാണുന്നതും അനുഭവിക്കുന്നതും നമ്മളെപ്പോൾ ആൾക്കാരും കൂടിയാണ്. സോ ഞാൻ അതാ ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ പറഞ്ഞില്ല നേരത്തെ, ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയാൽ ചിലപ്പോൾ വെള്ളം പോലും ഇത്രയും നേരമായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല, ഭക്ഷണം ഒഴിവാക്കെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഈ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗം കൂടിയാണ്. എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഭ്രാന്തമായി ഒരു പാഷൻ്റെ പിന്നാലെ പോകുമ്പോൾ അവരവരുടെ ബേസിക് പരിപാടികൾ മറക്കുന്നു. അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു എൻ്റർടൈനേഴ്സാണ് ഞങ്ങൾ. ആളുകൾക്ക് മാനസികമായ ഒരു ഹാപ്പിനെസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുമായിട്ട് അടുത്ത് നിൽക്കുന്ന വേറൊരു സ്വഭാവമാണ് ആത്മാ വെൽനെസ്. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് വെൽനെസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഗോപിയയ്ക്കും ഇതിൽ പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഷീ ഈസ് എൻ ആയുർവേദ ഡോക്ടർ. അപ്പോൾ അവൾ പഠിച്ചതാണ്, അവൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. അതേപോലെ പാഷൻ ഇതിലുള്ളതുകൊണ്ട് ഇത് വേണോ അത് വേണോ എന്നുള്ള കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. ആൻഡ് മോർ ഓവർ നമ്മളിലും ആളുകളുടെ വെൽനെസ് മാനസികമായിട്ട് ആഗ്രഹിച്ച് ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നിരുന്ന ആൾക്കാർക്ക് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഇത് എവിടെയോ ദീസ് തിങ്സ് ആർ ജോയിനിങ് ഹാൻഡ്സ്. വെൽനെസ് എന്ന് പറയുന്നതും എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നതും വെൽ ബീയിങ് എന്ന് പറയുന്നതും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞങ്ങളും ഗിഫ്റ്റിംഗ് വെൽനെസ് തന്നെയാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞങ്ങളുടെ പ്രൊഫഷനിലും ആളുകൾ തിയേറ്ററിൽ പോയി കാണുന്നത് വെൽനെസ്സാണ് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അത് മനസ്സിൻ്റെ ഒരു സന്തോഷമാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ സയൻറ്റിഫിക് ആയിട്ട് മനസ്സിനും ശരീരത്തിനും ഒക്കെ എല്ലാത്തിനുമുള്ള ഒരു സ്പേസിങ് ആയപ്പോൾ വി റിയലൈസ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബിസിനസ്. ദിസ് ഇസ് സംതിങ് ദറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടി ഇൻസൈറ്റ്ഫുൾ ആയിട്ട് ആളുകൾക്ക്, കുറച്ചും കൂടി ഡീപ്പറായിട്ട് ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നതും ഇതിൻ്റെ ഭാഗമാവുന്നതും. അപ്പോൾ അതാണ് ഞങ്ങൾ ഒരുമിച്ച്. എഗെയിൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ മറന്നുപോയൊരു ചോദ്യത്തിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരാം.
നിങ്ങൾക്ക് എവിടെ നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് കിട്ടുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. നമ്മൾ വേറെ എവിടേക്കോ പോയി. ഞാനും ഗോപി കല്യാണത്തിലേക്ക് പോയി, കല്യാണ വീഡിയോ പോയിട്ട് അതിലേക്ക് ആ വഴിയിലേക്ക് പോയി. സോ കല്യാണം ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് സാന്ത്വന അവിടെ നിന്നു. എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇതായിരുന്നു. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ അനുഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ബോത്ത് സ്റ്റാർട്ടഡ് വർക്കിംഗ് ടുഗെദർ. G&G എന്ന് പറഞ്ഞ് ഒരു ബ്രാൻഡിങ് സ്പേസ്, J&G സെലിബ്രേഷൻസ് എന്നുള്ള കല്യാണത്തിൻ്റെ യൂട്യൂബ് ബ്രാൻഡിങ് വർക്ക് ചെയ്ത് ഞാൻ അപ്പോൾ എൻഡോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിമോസ് ഫർണിച്ചറിൻ്റെ ടീം എൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അവർ ഗോപികയെ കൂടെ നമ്മുടെ ബ്രാൻഡ് അംബാസഡർ ആക്കാം എന്ന് പറയുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞങ്ങളൊരു 3-4 ബ്രാൻഡുകൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അംബാസിഡേഴ്സ് ആവുന്നു. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ 1.5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഒരു 20-28-30 ബ്രാൻഡുകൾക്ക് വേണ്ടി പരസ്യം ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. സോ വി ആർ വർക്കിംഗ് ടുഗദർ ഡ്യൂറിങ് ദാറ്റ് ടൈം. വി ആർ ട്രാവലിംഗ് ടുഗദർ. ഞങ്ങൾ അന്റാർട്ടിക്ക മുതലുള്ള എല്ലാ സ്ഥലങ്ങളും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. ഞങ്ങൾ ഈ 1.5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഏകദേശം 10-11 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അതിൽ ദുബായിൽ മാത്രം 11 തവണ പോയി. സോ ദിസ് ഇസ് ഇൻ 1.5 years ആൻഡ് വി ആർ നോട്ട് ലൈക്ക് റെഗുലർ ട്രാവലേഴ്സ്. എന്നിട്ട് പോലും ഞങ്ങൾ ഈ സ്പേസിങ് ഇതിൽ കണ്ടെത്തി. ഈ കൊല്ലത്തിൻ്റെ ഇടയിൽ സുമതി വളവ് ഗോപു ചെയ്തു. ആൻഡ് ഞാൻ ആ സമയത്ത് എനിക്ക് ഫ്രീ ടൈമുള്ള സമയത്തൊക്കെ ഞാൻ സുമതി വളവിൻ്റെ സെറ്റിൽ ഉണ്ടായിരുന്നു. ഞാൻ ഒരു തമിഴ് വെബ് സീരീസ് ചെയ്തു, ഞാനൊരു തെലുങ്ക് പടം ചെയ്തു. ഗോപിക അവൾക്കാവുന്ന സമയങ്ങളിലൊക്കെ ഈ തമിഴ് വെബ് സീരീസിൻ്റെ സെറ്റിലും തെലുങ്ക് സിനിമയുടെ സെറ്റിലും ഉണ്ടായിരുന്നു. സോ മോസ്റ്റ് ഓഫ് ദ ടൈം വി ആർ ട്രാവലിംഗ് ടുഗദർ. പിന്നെ ഞങ്ങൾ റെഗുലറായി ചെയ്യുന്നതിന് കുറച്ച് വ്യത്യസ്തമായി ചെയ്യുന്ന ആത്മാ വെൽനെസ് ആണ്. അതിലും വി ആർ ടുഗദർ. അതിൻ്റെ സോ ഞങ്ങൾ ഗ്രോ ചെയ്തത് യാത്രകളിലൂടെയാണ്. സോ അഗെയിൻ ദാറ്റ് വാസ് എൻ എൻഡോസ്മെൻറ്റ് ഓൾസോ. എന്നാൽ അത് വർക്കായിരുന്നു, എന്നാൽ പ്ലഷറായിരുന്നു. ഞങ്ങൾ ശരിക്കും ക്രൈസിസ് മാനേജ്മെൻറ്റുകളൊക്കെ പഠിക്കുന്നത് വർക്കിംഗ് ടുഗദറാണ്, പല സംഭവങ്ങളാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഹൗ വി സ്പെൻഡ് ടൈം ടുഗദർ. ഒരു പേഴ്സണൽ ടൈം ശരിക്കും കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ഒരുമിച്ച് കിട്ടിയത്. ഒരുമിച്ച് ജോലി ചെയ്യുന്നു, ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, ഒരുമിച്ച് താമസിക്കുന്നു. ഗോപുര ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ ഓണത്തിനാണ് ഗോപുരയിൽ പാലുകാച്ചൽ നടക്കുന്നത്. ഇപ്പോൾ അതാ 1 കൊല്ലമായി. സോ അവിടെ ഒരുമിച്ച് ജീവിക്കുന്നു. അപ്പോൾ അതൊരു വലിയ ഈശ്വരാനുഗ്രഹമാണ്. കൃത്യമായിട്ട് ആ സ്പേസിലേക്ക് രണ്ടുപേർക്കും ഇത്രയും സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ കിട്ടുക എന്നുള്ളത്. അപ്പോൾ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ സ്പേസിൽ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ദാറ്റ് ബോണ്ടിങ് ആക്ച്വലി ഹാപ്പൻ ഡ്യൂറിങ് ദാറ്റ് ടൈം. അതാണ് ശരിക്കും സംഭവിച്ചത്. ശരി കേട്ടോ. ഞങ്ങളിപ്പോൾ നാളെ ട്രിപ്പ് പോവാണ്. ഞങ്ങൾ ഇനി അടുത്തൊരു 20 days ട്രാവലിംഗ് ആയിരിക്കും. ഞങ്ങൾ ഇന്തോനേഷ്യ, ഹോങ്കോങ്. അപ്പോൾ ഞങ്ങളൊരു 20 days ട്രാവലിംഗ് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ നിരന്തരമായിട്ടുള്ള യാത്രകൾക്കിടയിൽ ഞാൻ എൻ്റെ മോനെ മിസ് ചെയ്യുന്നു, വൈഫിനെ മിസ് ചെയ്യുന്നു എന്ന് പറയണമല്ലോ. വൈഫിനെ മിസ് ചെയ്യുന്നു പറഞ്ഞത് അല്ല, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ചെയ്യുന്നു. പിന്നെ മാത്രമല്ല ഞങ്ങൾ ഒരു സമയത്ത് നമ്മൾ സ്ഥിരം യാത്ര ചെയ്യുമായിരുന്നു. ആ യാത്രകൾക്കിടയിൽ ഇടയ്ക്ക് എനിക്ക് ചില സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നു. പക്ഷേ അതൊക്കെ അവിടേക്കുള്ള വിസ കാര്യങ്ങളും കിട്ടിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ജോലിയുടെ ഭാഗമായിട്ടല്ലേ പോകുന്നത്, ഞാനും ജോലിയുടെ ഭാഗമായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിലും എൻ്റെ യാത്ര ഫണ്ട് ചെയ്യുന്നത് ഞാൻ തന്നെ അല്ലേ. ഞാൻ ചില രാജ്യങ്ങളിൽ പോകുമ്പോഴത്തേക്കിനും ഫാമിലിയായിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ കിട്ടുന്ന തരില്ല. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് പോകേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ശ്വേത ടെക് ട്രാവലീറ്റിൻ്റെ ഭാഗമാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാനും എൻ്റെ വൈഫും എൻ്റെ മോനും എൻ്റെ അനിയനും കൂടെ 8 മാസം നീണ്ടു കിടന്ന ഓൾ ഇന്ത്യ റോഡ് ട്രിപ്പ് ചെയ്തത് തന്നെ അതിൻ്റെ ഉദ്ദേശം, കാരണം അവൻ 1 വയസ്സായി, ഗ്രോയിങ് സ്റ്റേജാണ്. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അറിയാം, ആ ഒരു സമയത്ത് നിങ്ങൾ ഈ സിനിമ വരെ ചിലപ്പോൾ മാറ്റി നിർത്തി കൊച്ചിൻ്റെ കൂടെ ഇരിക്കും. കാരണം ഇവർ വളർന്നു വരുമ്പോൾ നമുക്ക് ഇവരെ മിസ് ചെയ്യും. ഇവരുടെ ഓരോ സ്റ്റേജസ് നിങ്ങളുടെ കുഞ്ഞ് കമന്ന് നടക്കുന്ന കാണാൻ നിങ്ങൾ ആഗ്രഹിക്കില്ലേ? അവർ സംസാരിച്ച് തുടങ്ങുന്ന കാണാൻ ആഗ്രഹിക്കില്ല? അവരുടെ ഓരോ മൈൽ സ്റ്റോണും നമുക്ക് കാണാൻ ആഗ്രഹിക്കില്ലേ? അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മിസ്സായിരിക്കാൻ വേണ്ടിയാണ് അവന് കറക്റ്റ് 1 വയസ്സായപ്പോഴത്തേക്കും നമുക്ക് റോഡ് ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. 8 മാസം ഓരോ വളർച്ചയും കണ്ടു. രാജസ്ഥാൻ മരുഭൂമിയിലൂടെ നടന്നു. രാജസ്ഥാനിലെ ജയ്പൂരിലെ ഒരു കൊട്ടാരത്തിൽ വെച്ചാണ് അവൻ ആദ്യമായിട്ട് തന്നെ പിടിക്കാൻ നടക്കുന്നത്. അങ്ങനെ അതൊക്കെ ഒരു സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഈ കാര്യം ഒന്ന് ശരിയാണ്. എനിക്ക് ഈ സിനിമ റിലേറ്റഡ് ആയിട്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കാറുണ്ട്. ധാരാളം ആളുകൾ സിനിമയിലിപ്പം ഇഷ്ടംപോലെ കഴിവ് പ്രകടിപ്പിക്കുന്ന ധാരാളം ആളുകൾ വരുന്നുണ്ട്. നായകന്മാരായിട്ടും ക്യാരക്ടർ റോൾസായിട്ടും അല്ലാത്ത പല രീതിയിൽ പല എന്താ പറയുക റേഞ്ചിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം ഇഷ്ടംപോലെ യൂട്യൂബ് ചാനൽസ് ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇഷ്ടംപോലെ സിനിമാ നടന്മാരും ഉണ്ട്, എല്ലാ ഭാഷകളിലും ഉണ്ട്. ഇത് അത്ര കോമ്പറ്റിറ്റീവാണ്. എങ്ങനെയാണ് ശരിക്കും ആൾക്കാരൊക്കെ പിടിച്ചു നിൽക്കുക? കാരണം ഒരു വൺസ് നമുക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒരു സിനിമാ നടൻ എന്ന് പറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അതില്ലാത്തൊരവസ്ഥ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ അതൊരു പ്രഷറല്ലേ. എനിക്കിനി റോള് കിട്ടണം, എനിക്കിനിയും കിട്ടണം, എനിക്കിനി നല്ല റോൾസ് ചെയ്യണം, എനിക്ക് ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ ലൈം ലൈറ്റ് ഇങ്ങനെ നിൽക്കണം എന്നുള്ളൊരു പ്രഷർ
സിനിമയിൽ അഭിനയിക്കുന്ന സിനിമാ നടന്മാർക്ക് ഉണ്ടാവില്ല എന്ന് എനിക്ക് ഏതെങ്കിലും ഒരു സിനിമാന്റെ കൈ കെട്ടുമ്പോൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതുണ്ടാവും. അതിന് ഇതൊരു അഗെയിൻ പല രീതികളിലാണ് ആൾക്കാർ അതിനെ ഡീൽ ചെയ്യുന്നത്. കോമ്പറ്റീഷൻ ഇസ് വെരി ഹൈ. അത് എല്ലാ ഫീൽഡിലും പോലെ സിനിമയിലും കോമ്പറ്റീഷൻ ഇസ് വെരി ഹൈ. കാരണം പണ്ട് സിനിമ എല്ലാവർക്കും ഈസി ആക്സസിബിൾ ആയിരുന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയും കൂടെ വന്നതോട് കൂടിയിട്ട് കുറച്ചും കൂടി ഈസിയർ ആണ്. എന്നാലും ബുദ്ധിമുട്ടുകളുണ്ട്. സിനിമയിലേക്ക് കയറണം എന്ന് ആഗ്രഹിച്ചിട്ട് കയറാൻ പറ്റാതെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഈ കയറിയ ആളുകൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നടക്കുന്ന ഒരു വലിയ ആൾക്കാരുണ്ട്. ഇതിൻ്റെ ഒരു സംഭവം എന്താ വെച്ചാൽ, നമ്മൾ ജനറലി പറയുന്ന ഒരു ലേമാൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കഴിവുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, കഴിവ് മാത്രം മതിയോ? പക്ഷേ അഗെയിൻ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കാരണം കഴിവ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കഴിവുണ്ടാവുക, കഴിവുള്ളവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എക്സാക്ട്ലി, അതാണ് അവിടെ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം. അപ്പോൾ കഴിവുണ്ടാവുക എന്നുള്ളത് നിങ്ങളുടെ ക്രാഫ്റ്റിൽ മാത്രം കഴിവുണ്ടായാൽ പോരാ, നിങ്ങളുടെ നെറ്റ്വർക്കിങ്ങിൽ നിങ്ങൾക്ക് കഴിവുണ്ടാവണം, നിങ്ങളുടെ പ്രസൻറ്റേഷനിൽ നിങ്ങൾക്ക് കഴിവുണ്ടാവണം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു റോള്, ഒരു പോലീസുകാരൻ്റെ റോള്, ഇതിൽ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവുള്ള ഒരാളെ ഞാൻ നോക്കുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 5-10 ആ റോള് ചെയ്യാൻ പറ്റുന്ന യുവാക്കൾ ഇന്ന് ഈ ഇൻഡസ്ട്രിയിലുണ്ട്. ഈ 10 പേർക്കും കഴിവുണ്ട്. ഈ 10 പേര് ഇപ്പോൾ ഇയാൾ ചെയ്താലും ഇയാളുടെ സ്റ്റൈൽ ചെയ്യും, ഇയാളുടെ സ്റ്റൈൽ ചെയ്യും. ഇതൊരു ഓട്ട മത്സരം അല്ലാത്തതുകൊണ്ട് നമുക്ക് മാർക്ക് ഇടാനൊന്നും പറ്റില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റൈൽ. ഇപ്പോൾ നെടുമുടി വേണു ചേട്ടനും ഒടുവിൽ ഉണ്ണികൃഷ്ണനും ഒരു റോള് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒടുവിൽ ചേട്ടനും ചെയ്യുന്നതാണോ ഇദ്ദേഹം ചെയ്യുന്നതാണോ നല്ലതെന്നൊന്നും നമുക്ക് മാർക്കിടാൻ പറ്റില്ല. രണ്ടുപേരും അതുല്യ നടന്മാരാണ്. രണ്ടുപേരും സ്റ്റൈലിൽ ചെയ്യും. നമുക്ക് കാണുമ്പോൾ അടിപൊളി തോന്നും. എന്നാൽ രണ്ടുപേരും കൊണ്ട് അഭിനയിപ്പിച്ച് നോക്കിയിട്ട് ഏതാ നല്ലത് നോക്കിയിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്കറിയാം ഇവർ രണ്ടുപേരും അടിപൊളി ക്യാരക്ടേഴ്സാണ്. രണ്ടുപേര് ചെയ്താലും ഈ ക്യാരക്ടർ ഭദ്രമാണ്. അങ്ങനെ ഒരു 10 പേരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഞാനായിട്ട് അടുപ്പം ആരാണോ, എനിക്ക് വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആരാണോ അയാളെ ഞാൻ കാസ്റ്റ് ചെയ്യും. നിങ്ങൾ എൻ്റെ ഫ്രണ്ടാണ്, നിങ്ങൾക്ക് ഒരേ കഴിവാണ്, നിങ്ങൾ എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ എൻ്റെ ഫ്രണ്ടിനല്ലേ ഈ അവസരം കൊടുക്കുക. ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് കൊടുക്കുക? നിങ്ങളെ എനിക്ക് അറിയുപോലുമില്ല, പക്ഷേ നിങ്ങൾ നല്ല കഴിവുള്ളതാണ്. അതേ കഴിവ് ഇയാൾക്കുണ്ട്. നിങ്ങൾക്ക് എൻ്റെ കണക്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ കഴിവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണ് അത് കൊടുക്കുക. ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കണ്ട് ശീലിച്ച ആൾക്കാണ് കൊടുക്കുക. ഞാൻ കഴിഞ്ഞ സിനിമയിൽ ആരൊക്കെ കണ്ടു ഇത് കാസ്റ്റ് ചെയ്യാനിരിക്കുമ്പോൾ, നമ്മളൊരു പരസ്യത്തിന് കാസ്റ്റ് ചെയ്യാനിരിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ കാസ്റ്റിംഗ് വരും. അങ്ങനെയാണ്. ഇപ്പം ഞാൻ എഴുതി കാസ്റ്റ് ചെയ്യുന്നപ്പോൾ ഞാനും ഗോപിക അല്ലാതെ അതിൽ ആരെങ്കിലും കാസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങനെ ഇരുന്ന് ആലോചിക്കും, ഇത് ആരെ ഈ പരസ്യത്തിൽ ചെയ്ത ആളെ കാസ്റ്റ് ചെയ്യാം. നമ്മളെന്തിനും ഇങ്ങനെ ചിന്തിക്കുന്നത് പിന്നെ ആലോചിക്കും. ഇത് നമ്മൾ കണ്ടീഷൻഡാണ്. അതുകൊണ്ടാണ് സിനിമയിൽ കണ്ട ആളുകളെ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ കാസ്റ്റ് ചെയ്യുമ്പോൾ ഇത് അറിയാതെ നമ്മുടെ തലയിൽ വർക്ക് ചെയ്യും. രണ്ടാമത്തെ എന്താ വെച്ചാൽ അവർ വിജയിച്ച സിനിമകളുടെ ഭാഗമാണ്. അപ്പോൾ പിന്നെ ആളുകളും കണ്ടീഷൻഡാണ്. ഒരു സമയത്ത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഹരീഷ് കനാരൻ ഉണ്ടെങ്കിൽ കോമഡി ഉണ്ടാവും. ഇങ്ങനെ കുറേ ബ്രാൻഡിങ് സ്പേസിങ് കൂടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ ഇത് ഒരു ലൂപ്പിലേക്ക് പോകും. അജു വർഗീസ് അപ്പോൾ അജു വർഗീസും ധർമ്മജനും ഇവരുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ടത്തെ ഒരു സിനിമ പോസ്റ്റർ കണ്ടിട്ട് എൻ്റെ ഒരു അസിസ്റ്റൻറ്റ് പറഞ്ഞത്, എനിക്ക് തോന്നുന്നു കുട്ടനാടൻ മാർപ്പാപ്പ. പുള്ളി ട്രെയിലർ ഒന്നും കണ്ടിട്ടില്ല. മറ്റേ ധർമ്മജൻ കുഞ്ചാക്കോ ഇങ്ങനെ അപ്പോൾ ഇതിൽ കോമഡി ആയിരിക്കും പടം. അതൊരു അദ്ദേഹം അത് ആ ഒരു പോസ്റ്റർ കണ്ടിട്ട് അതിൻ്റെ ഒരു കളർഫുൾ നേച്ചർ കണ്ടിട്ട് അതൊരു ഒരു തട്ടുവെളിപ്പം പടമാണ്. ആ പടം നല്ലതാണോ ചീത്തതാണോ അതിൻ്റെ ട്രെയിലർ എങ്ങനെയാണ് അതിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ അതും ഒരു ക്രൈറ്റീരിയയാണ്. അപ്പോൾ ദർ ആർ സോ മെനി ക്രൈറ്റീരിയാസ് ദാറ്റ് ഫോളോസ്. ബട്ട് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സക്സസ്ഫുൾ ആകുമ്പോഴാണ് അത് തന്നെയാണ് ഇത് ഉണ്ടാകുന്നത്. സക്സസ്ഫുൾ സിനിമകളുടെ ഭാഗമാകുമ്പോൾ നിങ്ങളെ മറ്റ് സിനിമകളിലേക്കും ആലോചിച്ച് തുടങ്ങുന്നു. ഇപ്പോൾ സംഗീത്, പ്രേമലുവിൽ സംഗീതനെ പെട്ടെന്ന് ആൾക്കാർക്ക് ക്ലിക്കായി. പിന്നെ എല്ലാ സിനിമയിലും ആ റോളിൽ സംഗീതം നമ്മളിങ്ങനെ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതൊരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ അതൊരു മോശം കാര്യമല്ലേ? കാരണം ഒരേ ടൈപ്പ് റോള് കിട്ടുക എന്ന് പറയുമ്പം ജിപിക്ക് ഇഷ്ടമാണോ ഒരേ ടൈപ്പ് റോള് കിട്ടുന്നത്? എപ്പോഴും ജി പി തമിഴിൽ ഒരു ഡിഫറെൻറ്റ് റോള് കിട്ടി, ജി ഒരു അപ്ലിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ അങ്ങനെയല്ലേ എല്ലാവരും ഉദ്ദേശിക്കുള്ളൂ. ഇഷ്ടമാണോ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്ന ആഗ്രഹം. ഇപ്പം ചില ആൾക്കാരുണ്ട് എല്ലാവർക്കും രാവിലെ ദോശ കിട്ടിയാൽ അവർ ഹാപ്പിയാണ്. ഓക്കെ. ചില ആൾക്കാർക്ക് ദോശ വേണം, പുട്ട് വേണം, ഇത് വേണം. ഇന്നലെയും ദോശ കഴിച്ച് ഇന്ന് പുട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ ഇൻഡിവിജ്വൽ ചോയ്സാണ്. നിങ്ങൾക്ക് നമ്മുടെ സിനിമയിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, അവർക്ക് വേറൊരു പരിപാടിയും വേണ്ട, അവർക്ക് സേഫ് കളിച്ചാൽ മതി, അവർക്ക് ഇതേ സാധനം കിട്ടിയാൽ മതി, അവർക്ക് വലിയ വലിയ ആഗ്രഹങ്ങളില്ല, അവർക്ക് എല്ലാ ദിവസവും വർക്ക് വേണം. അപ്പോൾ അവർക്ക് ഇതേ സാധനം കിട്ടിയാൽ മതി, അവർ കഥ പോലും കേൾക്കില്ല, പോയി അതേ സാധനം ചെയ്യും. ചില ആൾക്കാരുണ്ട് അത് ചെയ്യണം. ഇനി ഇതിൽ ഏതാ ശരി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവൊന്നുമില്ല. വിജയ് സാർ പറയുന്നൊരു ആക്ടർ ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സ്റ്റാറിലൊരു സ്റ്റാറാണ്. അദ്ദേഹം ഒരേ പാറ്റേണാണ് അദ്ദേഹം എത്രയോ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വർക്കിംഗ് ആണ് വിളിക്കും. ശരിയാ. കഴിഞ്ഞ ദിവസം നിവിൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ കുറേ തമാശ സിനിമകളും ഫാമിലി സിനിമകളും തട്ടുപൊളിപ്പിനും ചെയ്തപ്പോൾ കുറേ ആരൊക്കെയോ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് നിനക്ക് വേറെ ഗ്രോത്ത് വേണ്ടേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് കുറച്ച്
അവാർഡ് പരമാണ് മെറിറ്റോറിയസ് സിനിമകൾ ചെയ്യാൻ പോയി. ഇപ്പം അവർ പറയുന്നുണ്ട് നിന്റെ കോമഡി ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ അക്കസ്റ്റംഡ് ആണ്. ചിലപ്പോൾ എന്ത് പറ്റുന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. സുജിത് ഭക്തൻ നാളെ പോയിട്ട് കുക്കിംഗ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എത്ര പേര് സ്വീകരിക്കുന്നു വെച്ചാൽ എനിക്കറിയാം. ഒരു വെറൈറ്റി ആയിട്ട് ഇനി മൂന്ന് നാളെ യാത്ര ചെയ്യുന്നില്ല, നാളെ പോയിട്ട് ഞാൻ എങ്ങനെ അടയപ്പം അല്ലെങ്കിൽ വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കാം, ചിലപ്പോൾ ഇത് വർക്കാവില്ല. കാരണം വട്ടയപ്പം ഉണ്ടാക്കുന്ന എത്രയോ അടിപൊളി ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഓഡിയൻസസ്, നിങ്ങളുടെ ട്രാവൽ, നിങ്ങൾ ഇപ്പം അത് കാച്ചിക്കുറുക്കി നിങ്ങളിലേക്ക് എത്തിയായിരിക്കും. സുജിത് ഭക്തനെ കാണുന്ന തന്നെ ഞാൻ കുറച്ച് യാത്ര കാണാനാണ്. ഐ ഹാവ് ഐഡൻറ്റിഫൈഡ് ദാറ്റ് വിത്ത് യു. സിനിമ അങ്ങനെയല്ല, സിനിമ കഥാപാത്രങ്ങളാണ്, ഓരോ കഥാപാത്രവും വ്യത്യസ്തമാണ്. പക്ഷെ ചിലപ്പോൾ എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും വർക്കാവും. ഫോർ സംഗീത് ഇറ്റ് ഈസ് വർക്കിംഗ് ഫോർ നം. കുറച്ച് കഴിഞ്ഞാൽ മാറ്റി പിടിക്കണമായിരിക്കും. അജു വർഗീസിന് കുറേ കാലത്ത് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അജു പോലീസ് വേഷവും സീരിയസ് വേഷത്തിലേക്കൊക്കെ ബ്രേക്ക് ആവുന്നത്. ആൾക്കാരുണ്ട്. ജനങ്ങൾക്ക് തോന്നും, ഇപ്പൊ എല്ലാവർക്കും അഭിപ്രായം പറയണ്ടാവും. ഇത് കാണുന്ന ഓഡിയൻസിന് ഉണ്ടാവും ഇത് ഇങ്ങനെയാണ് വേണ്ടത്, ഇത് അഭിനയിക്കുന്ന ഞങ്ങൾക്ക് ഉണ്ടാവും ഒരു അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ഇതൊന്നും ഒരു യഥാർത്ഥമായ ഉത്തരവൊന്നുമില്ല. കാരണം ഇതിലൊരു സയൻസോ ഇതിൽ യഥാർത്ഥമായ പരിപാടികളൊന്നുമില്ല. എല്ലാവരും ട്രയൽ ആൻഡ് എററാണ്. ഇവരെല്ലാവരും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വർക്ക് ചെയ്യുന്നെങ്കിൽ അത് വർക്ക്, വാട്ട് വർക്ക്സ് യൂസ് ഇറ്റ്. ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ജി പി പറഞ്ഞു വരുന്നത് ഒരു സിനിമാ നടനായിട്ട് സസ്റ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി എ ഗുഡ് മാർക്കറ്റിംഗ് പേഴ്സൺ ആസ് വെൽ. യു നീഡ് ടു സ്റ്റേ റെലവൻറ്റ്. അതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയത്. യു ഹാവ് ടു ബി റെലവൻറ്റ്. റെലവൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ റെലവൻസ് നിങ്ങൾ മാർക്കറ്റിങ്ങിലൂടെയാണോ ഉണ്ടാക്കുന്നത്, നിങ്ങളുടെ ക്രാഫ്റ്റിലൂടെയാണോ ഉണ്ടാക്കുന്നത്, നിങ്ങളുടെ നെറ്റ്വർക്കിങ്ങിലൂടെയാണ് ഉണ്ടാക്കുന്നത്, അത് ഒരു വിഷയമല്ല. യു ഹാവ് ടു ബി റെലവൻറ്റ്. ഇതിനെയാണ് ഈ ആളുകൾ സിനിമയിലെ ഗ്യാങ് എന്നൊക്കെ പറയുന്നത് അല്ലേ? അതൊരു വേ ഓഫ് സർവൈവലാണ്. കംഫർട്ട്. ഗ്യാങ്ങിനെ കുറ്റം പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് പുറത്തുനിന്ന് ഗ്യാങ്ങിനെ കുറ്റം പറയാം. പക്ഷെ ദേ ആർ കംഫർട്ട്. അവരുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി ദേ ആർ സർവൈവിങ്. അതെ. അവിടെ വേറൊരാൾ, ഇതിപ്പോൾ ഒരാളുടെയും മറ്റൊരാൾ, ഇപ്പം വേറെ ആൾക്കാർ വരണം, മറ്റു കഴിവുകൾ വരണം, ഇതൊന്നും ആരുടെയും കർത്തവ്യമൊന്നുമില്ല. എല്ലാവരും ഒരൊറ്റ കാര്യം ഒന്നെങ്കിലുള്ളൂ, സർവൈവ് ചെയ്യുക. ഓഡിയൻസും അങ്ങനെയാണ്. നിങ്ങൾ മറ്റൊരാൾക്ക് ചാൻസ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ സിനിമയെ ഞാൻ വിജയിപ്പിക്കുന്നു, ഇല്ലില്ല. സിനിമ നന്നായി ഞാൻ വിജയിപ്പിക്കും. അത് നിങ്ങൾ ആരാണെങ്കിലും. എനിക്ക് ദേ ആർ വെരി സെൽഫിഷ് അബൌട്ട് ഇറ്റ്. സോ ഇസ് ദ പെർഫോമൻസ്. ഇതൊരു നഗ്നമായ സത്യമാണ്. അതിനകത്ത് ഒരു തർക്കമില്ല. നിങ്ങളുടെ സിനിമ നന്നായോ, ഞാൻ കാശ് കൊടുത്തിട്ടാണ് കാണുന്നത്, ഞാൻ കൈയടിക്കും. 4 ആൾക്കാരോട് പറയും, എനിക്കിഷ്ടമുള്ളവരോട് പറയും, ഓക്കെ അത് കൊള്ളാട്ടോ, ആ പടം തിരക്കിടില്ല. നിങ്ങളുടെ പടം മോശമായോ, നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടു, നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ പുതിയ ഒരാൾക്ക് ചാൻസ് കൊടുത്തു, നിങ്ങൾ അതുവരെയുള്ള സാധനം മാറ്റി വെറൈറ്റി കൊണ്ടുവന്നു, ഇതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്കിഷ്ടമില്ല. എൻ്റെ സമയവും എൻ്റെ കാശുമാണ് നിങ്ങൾ കളഞ്ഞു. സോ ദർ ഇസ് നത്തിങ് ലൈക്ക് ദറ്റ്. വാട്ട് വർക്ക്സ് എന്നുള്ളത്, ഈ വാട്ട് വർക്ക്സ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മഹാരഥന്മാരായിട്ടുള്ള എത്രയോ ആൾക്കാർ ഇത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. 10-300 സിനിമ ലാലേട്ടൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത്ര സിനിമ തന്നെ മമ്മൂക്കയും ചെയ്തിട്ടുണ്ടാവും. ഒരു 10-30 സിനിമയിൽ ഇവരുടെ ഉദാത്ത പടമുള്ളൂ. ഒരു 10-20 സിനിമയെ ഇവരുടെ ആവറേജ് പടമുള്ളൂ. ഒരു 40%-30% ഗാർബേജാ. ഇത് ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമാണ്. വളരെ അപൂർവമായിട്ടുള്ള കുറച്ച് ആൾക്കാർക്കേ അത് അല്ലാതിരിക്കുള്ളൂ. എഗെയിൻ അത് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ചില ആൾക്കാർ എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല, അത് ഗാർബേജാണ്. ക്രിയേറ്റിവിറ്റി ആവുമ്പോൾ ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഇസ്. ഏതൊരു ബിസിനസ് പോലെ തന്നെ. അപ്പം നിങ്ങളുടെ വ്ളോഗുകളിലും അങ്ങനെയല്ലേ, നിങ്ങൾ 100 വ്ളോഗ് ചെയ്യുമ്പോൾ 30 വ്ളോഗിലാണ് സുജിത് ഭക്തനാക്കുന്നത്. ഇതൊരു അടിപൊളി വ്ളോഗാട്ടോ. 20 വ്ളോഗ് ആവറേജ് വ്ളോഗ് ആയിരിക്കും. 50 വ്ളോഗ് ആൾക്കാർ കാണില്ല, അല്ലെങ്കിൽ എന്തോന്ന് ചോദിക്കുമായിരിക്കും. വെൻ യു ഡു വോള്യൂം കൂടുന്തോറും ഈ പെർസെൻറ്റേജ് ഇങ്ങനെ ആവുള്ളൂ. അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചാലേ നിങ്ങൾക്ക് ഫിയർ ഉണ്ടാവാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ദൈവമേ നാട്ടുകാർ ചീത്തറയല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സാധനം വരില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ മമ്മൂക്കയും ലാലേട്ടനൊക്കെ ചെയ്തിരിക്കുന്ന പരിപാടി ഇത്. അവർ നിർത്താതെ കട തുറന്നുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ ഈ ലോക്കൽ ബിസിനസ്സുകാർ പറയുന്നൊരു പരിപാടി ഉണ്ട്. എന്താണെങ്കിലും കട തുറക്കുക, ആളുണ്ടോ എന്ന് നോക്കണ്ട, കട തുറന്നിരിക്കണം. കൺസിസ്റ്റൻസി, ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. കട അടച്ചു പോയി 2 ദിവസം അവിടെ വന്നു, കട ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം അയാൾ പറയും ഫുഡ് മോശമില്ല എന്നുള്ളതല്ല, ഈ കട അവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മൾ ഇത്രയും യാത്ര ചെയ്തിട്ട് അവിടെ പോയിട്ട് അടച്ചിടങ്ങാണല്ലോ. കൺസിസ്റ്റൻസി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീ ഇൻ എനിത്തിങ് ദാറ്റ് യു ഡു. ബിസിനസ്സുകാരാണത് പണ്ട് നമ്മുടെ നാട്ടിലെ നാട്ടിൻപുറത്തെ ബിസിനസ്സുകാരാണത് ഏറ്റവും കൂടുതൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. യൂട്യൂബിലും ഞങ്ങളും പറയും, എല്ലാത്തിലും ഉണ്ട്, സിനിമയിലുണ്ട്. വാട്ട് എവർ യു ഡു, കൺസിസ്റ്റൻസി ഈസ് വാട്ട് മാറ്റേഴ്സ്. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയോ? നിങ്ങൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ എത്ര മോശം വ്യക്തിയാണെങ്കിലും ഒരു ഹോട്ടലിൽ നിങ്ങൾ എപ്പോഴും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നല്ല ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബെറ്റർ ആവും. നിങ്ങളൊരു ആക്ടർ ആയിട്ടിരിക്കുമ്പോൾ കുറച്ച് നല്ല ആൾക്കാരുടെ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ എത്രയോ ആക്ടേഴ്സ് തുടക്കത്തിൽ നിന്ന് ഇവിടെ നോക്കുമ്പോൾ ഒരു 50 സിനിമ കഴിയുമ്പോഴേക്കും അവരൊക്കെ കാച്ചി കുറുക്കി അവർ ബെറ്റർ ആവില്ലേ? പിന്നെ അങ്ങനെ ബെറ്റർ എത്ര ആക്ടേഴ്സ് ഉണ്ട്. സോ ടു സർവൈവ് ബീങ് റെലവൻറ്റ് യു ഹാവ് ടു കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക്
സ്റ്റേ ചെയ്യാനുള്ളതാണ്. വെരി ഗുഡ്. ഇപ്പോൾ അടുത്ത സിനിമ ഇറങ്ങുന്നത് എന്നാണ്? ഡേറ്റ് അറിയില്ല, പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെലുങ്ക് പടമാണ്. ആ തെലുങ്ക് പടം ആണ് ഇനി അടുത്തതായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഷൂട്ട് 2026 ഒരു പകുതി ആവുമ്പോഴേക്കും വരാമെന്ന് വിചാരിച്ചു. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ തെലുങ്ക് പടം എപ്പോഴാണ് അതുകൊണ്ട് അടുത്ത മാസം ഒന്നും വരുന്നുണ്ടോ എന്ന് ചോദിക്കാത്തത് എനിക്ക് കിട്ടി. തെലുങ്ക് പടങ്ങളൊക്കെ കേരളത്തിൽ വാച്ച് ചെയ്യപ്പെടുന്നുണ്ടോ നിങ്ങൾ അഭിനയിക്കുന്ന? ഇല്ല, അലവൈകുണ്ഠപുരമിൽ മാത്രമേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഞാൻ ചെയ്ത ബാക്കി 4 സിനിമയും ഇവിടെ റിലീസ് ഉണ്ടായിരുന്നു. ബംഗരാജ് റിലീസ് ഉണ്ടായിരുന്നു, പക്ഷെ തെലുങ്കിലായിരുന്നു, സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല. അത് ഇവിടുത്തെ കുറച്ച് തെലുങ്കന്മാർക്ക് വേണ്ടി മാത്രം റിലീസായതാണ്. ഞാൻ ചെയ്യുന്ന തെലുങ്ക് പടങ്ങൾ ആളുകളിലേക്ക്, അതുകൊണ്ടാണ് മറ്റേ ചോദ്യം ഞാനും കണ്ടിട്ടില്ല കേട്ടോ. ഇല്ല, അതുകൊണ്ടാണ് മറ്റേ ചോദ്യം GP ഇപ്പൊ എന്താ ചെയ്യുന്നത് എന്നുള്ള ചോദ്യം വരുന്നത്. GPനെ പിന്നെങ്കിലും ആൾക്കാർ കാണുന്നത് ഇൻസ്റ്റാഗ്രാം റീലുകളും കുറച്ച് പരസ്യങ്ങളൊന്നും മാത്രമായിരിക്കും. അപ്പൊ അത് പക്ഷെ എന്റെ പ്രൈമറി പരിപാടി എന്ന് പറയുന്നത് തെലുങ്ക് സിനിമ. അല്ല, അത് വലിയ അനുഗ്രഹമാണ്. ഞാനിപ്പോഴും ഡിഫോ ഡാൻസിന്റെ മൈലേജ് വെച്ചിട്ടാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രേതത്തിന്റെ ചെറിയൊരു മൈലേജ് വെച്ചിട്ടാണ് ഇപ്പോഴും ഞാൻ. അത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. ഒന്നും മോശമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ട് വർക്ക്സ് യൂസ് ഇറ്റ്. അപ്പൊ അത് ഞാൻ ഫ്യൂവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ ഈശ്വരാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഇപ്പോഴും റെലവെന്റ് ആയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു അനുഗ്രഹമായിട്ട് കരുതുന്നു. പക്ഷെ എന്റെ പ്രൈമറി ഫോക്കസ് ആൻഡ് വാട്ട് ടൈം എന്റെ റവന്യൂ ഒക്കെ എനിക്ക് തെലുങ്കാണ്. അതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ പക്ഷേ ഈ പറഞ്ഞ പോലെ 4 കൊല്ലം കൊണ്ട് 5ാമത്തെ തെലുങ്ക് കൂടെ ആയിട്ടുള്ളൂ പറയാം. അവിടെ സമയം എടുക്കുന്നുണ്ട് എന്നുള്ളത് ഈ പറഞ്ഞു. അപ്പോൾ അടുത്ത തെലുങ്ക് എന്ന് പറയുന്നത് 2026 പകുതിയിലൊക്കെ ഒരു പടം റിലീസ് ആവാനുള്ള സാധ്യത ഉണ്ട്. തെലുങ്ക് ആയതുകൊണ്ട് ഇപ്പം ഞാൻ ഡേറ്റ് പറയുന്നില്ല. പക്ഷേ ഏകദേശം ഒരു ടെൻറ്റേറ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നത് മിഡ് ഓഫ് 2026 ഒരു 10 വർഷം കഴിയുമ്പോൾ GP എന്താവണമെന്നാണ് GP ആഗ്രഹിക്കുന്നത്? ഞാൻ ചെയ്യുന്നതിൽ ഇതിലും കൂടുതൽ ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ പറ്റണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ എനിക്ക് ഇന്ന സംഭവം ആവണം എന്നുള്ള. ഞാൻ എൻ്റെ എഫിഷ്യൻസി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇൻവോൾവ്മെൻറ്റിലാണ്. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കോൺസെൻട്രേഷൻ, ഇപ്പോൾ ചെയ്യുന്ന ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം ഒരു പരിപാടിയിൽ എഫിഷ്യൻസി അതിൽ കൂട്ടാൻ പറ്റുന്നോ അത് എന്ത് ചെയ്യുകയാണെങ്കിലും. കാരണം എനിക്ക് എന്നെ അറിയുന്നതുകൊണ്ട് ഞാൻ എന്തും ചെയ്തേക്കാം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും 5 കൊല്ലം മുമ്പ് ആത്മാ വെൽനസ്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തേക്കാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്നെ അറിയാമെന്നുള്ളതുകൊണ്ട്. സോ ഐ നെവർ നോ വാട്ട് ഐ വുഡ് ഡു. പക്ഷേ ആസ് ഐ സെഡ്, ഈ ഒരു എലമെൻ്റ് ഉണ്ടല്ലോ, ഈ ചെയ്യുന്നതിൽ ആത്മാർത്ഥത, കമ്മിറ്റ്മെൻറ്റ്, കോൺസെൻട്രേഷൻ എത്രത്തോളം കൂട്ടാൻ പറ്റുമോ അത്രത്തോളം കൂട്ടാൻ. ഇപ്പോൾ ഉള്ളതിനേക്കാൾ 10 വർഷമാകുമ്പോൾ അതിൻ്റെ ഒരു എഫിഷ്യൻസി കൂടുമല്ലോ. 10 വർഷമാകുമ്പോൾ അതിലും നന്നായിട്ട് എനിക്ക് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അന്ന് ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുകയാണെങ്കിലും എൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ ഒരു 10 times ബെറ്റർ ആയിട്ട് 10 വർഷം കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, എന്തായാലും 10 വർഷം കഴിയുമ്പം ഹെൽത്തി ആയിരിക്കുക എന്നുള്ളത് കൂടെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഓഫ് കോഴ്സ് എല്ലാം ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞതിലേക്ക് എത്തുക. എങ്ങനെയാണോ എത്തുന്നത് അങ്ങനെ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ്. അല്ല, നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ എനർജിയും ഒക്കെ അറ്റ്മോസ്റ്റ് എഫിഷ്യൻസിയിൽ ഇരുന്നാലാണ് ഞാൻ ഈ പറഞ്ഞ സാധനം 10 വർഷം കഴിഞ്ഞാൽ 10 times ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുക. കാരണം നമ്മുടെ ഏജ് വർദ്ധിക്കുകയാണ്, പ്രായം വർദ്ധിക്കുകയാണ്. സ്വാഭാവികമായിട്ട് എഫിഷ്യൻസി കുറയാൻ സാധ്യതയുള്ള സമയത്താണ് ഞാനത് കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്. That's what I am trying to do. എന്തായാലും എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന, എല്ലാ മേഖലകളിലും മൊത്തത്തിൽ പറയുന്നത്, അഭിനയത്തിലാണെങ്കിലും എല്ലാത്തിലും ഓൾറൗണ്ടർ ആയിട്ട് പ്രവർത്തിക്കുന്ന GPക്ക് എല്ലാവിധ ആശംസകളും. Thank you so much. Thank you so much for coming. Thank you so much.